റിയലിസ്റ്റിക് പെർഫോമൻസുകളാണ് ഒരു താരത്തെ സ്ക്രീനിൽ നിലനിർത്തുന്നത്. തൊണ്ടി മുതലും ദൃക്സാക്ഷിയും എന്ന സിനിമ അത്തരത്തിൽ നിരവധി താരങ്ങളെ സൃഷ്ടിച്ചിട്ടുണ്ട്. നമ്മുടെ പോലീസുകാർ അഭ്രപാളിയിൽ ജീവിച്ച സിനിമയായിരുന്നു അത്. അതിൽ ഒരു SI 50-ലധികം സിനിമകളിൽ അഭിനയിച്ച താരമായി മാറി. കണ്ണൂർ സ്പെഷ്യൽ ബ്രാഞ്ച് SI ശിവദാസ് കണ്ണൂരാണ് ആ താരം. ഓണമാകുമ്പോൾ മലയാളിക്ക് സിനിമയും സിനിമാ താരങ്ങളും ഇല്ലാതെ ആഘോഷമില്ല. കണ്ണൂർ വിഷൻ BMH ക്വസ്റ്റ്യൻ അവർ ഈ ആഴ്ച രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ മാറ്റി സിനിമ ജീവിതവുമായി ബന്ധപ്പെട്ട് ഒരു പോലീസുകാരൻ സഞ്ചരിക്കുന്ന അദ്ദേഹത്തിൻ്റെ വഴികളിലൂടെയാണ് നടക്കുന്നത്. ശിവദാസ് കണ്ണൂരാണ് കണ്ണൂർ വിഷൻ BMH ക്വസ്റ്റ്യൻ അവറിൽ ഈ ആഴ്ച നമ്മളോടൊപ്പം അതിഥിയായി ചേരുന്നത്. ജീവിതത്തിലെ ആ പോലീസുകാരൻ മഹാനടൻ മമ്മൂട്ടിക്കൊപ്പം DYSP റാങ്കിൽ വരെ അഭ്രപാളിയിൽ പ്രവർത്തിച്ചു. ആ സിനിമാ ജീവിതം കണ്ണൂർ വിഷനുമായി ശിവദാസ് കണ്ണൂർ പങ്കുവയ്ക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകളോടെ കണ്ണൂർ വിഷൻ BMH ക്വസ്റ്റ്യൻ അവർ ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ശിവദാസ് കണ്ണൂർ. സ്വാഗതം. ഒരു പോലീസ് ഉദ്യോഗസ്ഥനിൽ നിന്ന് സിനിമാ താരമായി മാറിയതിന് ശേഷം ഏതാണ്ട് 7 ഓണങ്ങൾ കടന്നുപോയി. ആ മാറ്റം ഓണം ആഘോഷത്തിൽ ഈ രണ്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ സിനിമാ താരം മാറ്റം ഏത് രീതിയിലാണ്? അതായത് 2017 തൊണ്ടി മുതലും ദൃക്സാക്ഷിയും എന്ന സിനിമ റിലീസ് ചെയ്തത്. അപ്പോൾ അതിനുശേഷം സിനിമ ഇത് നോക്കിയാൽ നിരവധി സിനിമകളിൽ അഭിനയിക്കാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. ആ ഇതെടുത്ത് നോക്കിയാൽ നമ്മൾ പഴയ കാലത്തെ സിനിമയിൽ വരുന്നതിന് മുന്നുള്ള ഓണാഘോഷവും സിനിമയിൽ വന്നതിന് ശേഷമുള്ള ഓണാഘോഷവും രണ്ടും രണ്ട് തരത്തിലുള്ള സന്തോഷവും അനുഭവമാണ് എനിക്ക് ഉണ്ടാകുന്നത്. അതായത് ഒരു സെലിബ്രിറ്റി സ്റ്റൈലിൽ എന്നെ പല ആൾക്കാരും കാണുന്നുണ്ട്. പോലീസുകാരനാണെങ്കിലും SI ആണെങ്കിലും ഒരു സെലിബ്രിറ്റി ലുക്കിൽ ഒരു സെലിബ്രിറ്റിയാണ് എന്നുള്ള രീതിയിൽ കൂടി കാണുമ്പോൾ നമ്മുടെ അല്ലെങ്കിൽ എൻ്റെ മനസ്സിൽ പോലീസ് ജീവിതത്തോടനുബന്ധിച്ച് അത്രയധികം സന്തോഷത്തോടെ ഓണം ആഘോഷിക്കാനുള്ള അവസരങ്ങൾ ഈ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും മാറ്റമുണ്ട്, ഒരുപാട് മാറ്റമുണ്ട്. അതുമാത്രമല്ല, ആ മാറ്റം നമ്മളെ ജീവിതത്തിലും നമ്മളെ മനസ്സിലും അത് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ മുന്നേറുമ്പോൾ നമുക്കത് വളരെയധികം ഫീൽ ചെയ്യുന്നു. ഈ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥൻ എന്ന് പറയുമ്പോൾ ജനങ്ങളുമായി ഏറെ അടുപ്പം പുലർത്തി രാഷ്ട്രീയ പാർട്ടി നേതാക്കളുമായൊക്കെ ഇടപഴകി പ്രവർത്തിക്കേണ്ട ഒരു ചുമതല കൂടിയാണ്. സാധാരണ ഒരു പോലീസുകാരൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് തീർത്തും വ്യത്യസ്തമാണ് ഒരു സ്പെഷ്യൽ ബ്രാഞ്ച് പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഡ്യൂട്ടി. ഒരു സെലിബ്രിറ്റിയായി കഴിഞ്ഞതിന് ശേഷം അതിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവില്ലേ? അതിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതായത് ഒരു സെലിബ്രിറ്റി ആയിക്കഴിഞ്ഞതിന് ശേഷം സ്പെഷ്യൽ ബ്രാഞ്ചിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനോട് ഒരു കാര്യങ്ങൾ പറയുന്നതിനേക്കാളും കൂടുതൽ ഇൻട്രസ്റ്റോടുകൂടി അല്ലെങ്കിൽ കൂടുതൽ ആകാംക്ഷയോടുകൂടി താല്പര്യത്തോടുകൂടി പല കാര്യങ്ങളും, അത് രഹസ്യകാര്യം ഉൾപ്പെടെ പല കാര്യങ്ങളും എന്നോട് പറയാനും എന്നോട് വ്യക്തിപരമായി ബന്ധം നിലനിർത്താനും ഒരുപാട് പേർ ആഗ്രഹിക്കുന്നുണ്ട്, അങ്ങനെ ചെയ്യുന്നുണ്ട്. അതും എൻ്റെ ജോലിയോടുള്ളൊരു ഇത് ആയിട്ടാണ് ഞാൻ കാണുന്നത്. എൻ്റെ ജോലിയോട് എനിക്ക് എൻ്റെ ഇതിൽ ജോലിയോടൊരു എന്താ പറയുക ആത്മാർത്ഥത കൂടുതൽ കാണിക്കാനുള്ള ഒരു അവസരം കൂടി ഈ ഒരു ഇതിൽ കിട്ടുന്നുണ്ട്. ഈ ഓണം ആകുമ്പോൾ വലിയ ആഘോഷങ്ങളൊക്കെ പല സ്ഥലങ്ങളിൽ നടക്കും. ആ ഓണാഘോഷത്തിനൊക്കെ അതിഥിയായി പോകേണ്ടി വരും. അത്തരം കാര്യങ്ങളൊക്കെ ആളുകൾ വിളിക്കാറില്ലേ? ഉണ്ട്. ഒരുപാട് സ്ഥലങ്ങളിൽ വിളിക്കാറുണ്ട്. ഇപ്പോൾ ഈ വർഷം തന്നെ സെപ്റ്റംബർ 4 എൻ്റെ സ്വന്തം നാടായ പാളാട് AKG വായനശാല സ്മാരക മന്ദിരം, AKG സ്മാരക മന്ദിരമുണ്ട്. അതിൻ്റെ അവരെ ഓണാഘോഷമുണ്ട്. ഓണാഘോഷത്തിന് എന്നെ വിളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കാടാച്ചിറ ഒരു ഇതുണ്ട്. അങ്ങനെ 3-4 പരിപാടിയുണ്ട്. പിന്നെ നമ്മളെ പുഷ്പക സേവ ഇതെന്നിട്ടൊരിതുണ്ട്, പുഷ്പക സംഘം. അതിൽ ഓണാഘോഷത്തിന് വിളിച്ചിട്ടുണ്ട്. ഇപ്പം 4-5 സ്ഥലത്ത് വിളിച്ചിട്ടുണ്ട് ഓൾറെഡി. അത് എല്ലാ വർഷവും വിളിക്കാറുണ്ട്. ഓണം മാത്രമല്ല,
അതായത് ഒരു പ്രത്യേകമായ അവരെന്തെങ്കിലും ഒരു ആഘോഷങ്ങളുണ്ടെങ്കിൽ എൻ്റെ ഒരു സാന്നിധ്യം കൂടി അവർ പ്രതീക്ഷിക്കുന്നുണ്ട്, അവർ വിളിക്കാറുണ്ട്. അപ്പോൾ ജോലിയിലിടയിൽ കിട്ടുന്ന ഒരു ഒഴിവ് സമയങ്ങളിൽ ഇതെല്ലാം പോകാനും പറ്റുന്നുണ്ട്. എന്തായാലും ഞാൻ നേരത്തെയുള്ള അഭിമുഖങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട്, വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ മമ്മൂട്ടിയുടെ സിനിമ ഷൂട്ടിങ്ങിന് പോകുന്നു. അത്തരത്തിലുള്ളൊരു ബന്ധം മാത്രമേ സിനിമയുമായി ഉണ്ടായിരുന്നുള്ളൂ. ഒരു ഷൂട്ടിംഗ് കാണുക, ഒരു സിനിമാ നടനാകും എന്നുള്ള ഒരു ചിന്ത ഈ വിദ്യാർത്ഥി കാലത്തൊക്കെ മനസ്സിലുണ്ടായിരുന്നു. വിദ്യാർത്ഥി കാലത്തല്ല, സിനിമയിൽ ഞാൻ തൊണ്ടി മുതലിൻ്റെ ഓഡീഷന് പോകുന്ന സമയം വരെ എൻ്റെ സ്വപ്നത്തിൽ പോലും സിനിമ ആവും അല്ലെങ്കിൽ സിനിമയിൽ അഭിനയിക്കാൻ പറ്റും എന്നുള്ളൊരു തോന്നൽ പോലും ഉണ്ടായിട്ടില്ല. അന്ന് മമ്മൂക്ക എന്നെ കാണാൻ വേണ്ടി പോയതെന്ന് വെച്ചാൽ മമ്മൂക്കയോടുള്ള ഒരു ആരാധന, ഒരു ഇഷ്ടം, അതിൻ്റെ പുറത്ത്. അത് എത്രാം ക്ലാസ്? 10ാം ക്ലാസ് പഠിക്കുമ്പോൾ? അല്ല, അത് ഞാൻ കോളേജിൽ അതായത് 10ാം ക്ലാസ് കഴിഞ്ഞു, പിന്നെ പ്രീ ഡിഗ്രി പഠിക്കുന്ന സമയത്താണ്. അപ്പോൾ ആ ഒരു ആരാധന കൊണ്ട് പോയതാണ്. അത് ഞാൻ മമ്മൂക്കയോട് പ്രീസ്റ്റ് എന്ന് പറഞ്ഞ സിനിമയിൽ നേരിട്ട് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മമ്മൂക്ക എന്തോ പറഞ്ഞത്? അല്ല, മമ്മൂക്ക അന്നേരം ഓക്കെ ഉള്ള രീതിയിലാണ് പറഞ്ഞത്, ചിരിച്ച്. അപ്പോൾ അതുമാത്രമല്ല, മമ്മൂക്ക അങ്ങനെ ആ ഒരു ആഗ്രഹം കൊണ്ട്, ആരാധന കൊണ്ട്, അല്ലെങ്കിൽ ആ രീതിയിൽ ഞാനിപ്പം ദ പ്രീസ്റ്റ് എന്ന് പറഞ്ഞ സിനിമയിൽ മമ്മൂക്കയുടെ കൂടെ ഒരു 26 ദിവസം മമ്മൂക്കയുടെ കോമ്പിനേഷനായി അഭിനയിക്കാനുള്ളൊരു അവസരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സിനിമ ഷൂട്ട് കഴിഞ്ഞതിന് ശേഷം മമ്മൂക്ക ഷെയ്ക്കൻഡ് തന്നു, നല്ല രീതിയിൽ അഭിനയിച്ചു എന്ന് പറയുകയും ചെയ്തു. അതെൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഓസ്കാറിന് തുല്യം. അയ്യോ, ഭയങ്കര ഭാഗ്യം. അതായത് നമ്മളെ ജീവിതത്തിൽ നമ്മളൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇതെല്ലാം കിട്ടുന്നത് ഒരുപക്ഷെ നമ്മളെ ദൈവഭാഗ്യം, അല്ലെങ്കിൽ നമ്മളെ പൂർവികരുടെ അല്ല നാട്ടുകാരുടെ സ്നേഹം, അതെല്ലാമാണ് ഞാൻ വിശ്വസിക്കുന്നത്. പണ്ട് മുതലേ ഇങ്ങനെ ഒരു ദൈവവിശ്വാസം ഇതെല്ലാം ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു ഫാമിലിയാണ് എൻ്റേത്. അതിൻ്റെ എല്ലാം ഒരു റിസൾട്ടായിരിക്കാം ഇങ്ങനെയുള്ളൊരു ഇത് കിട്ടുന്നത് എന്നാണ് എൻ്റെ ഒരു തോന്നൽ. ഈ തൊണ്ടി മുതലും ദൃക്സാക്ഷ്യം എന്ന ദിലീഷ് പോത്തൻ്റെ ആ സിനിമ, അതിൽ നിരവധി പോലീസുകാർക്ക് ഒരു അവസരം കിട്ടിയ ഒരു സിനിമയായിരുന്നു. അന്ന് ഓഡീഷനിൽ പോയി എന്തൊക്കെയാണ് അന്ന് സംഭവിച്ചത്? എന്തൊക്കെയാണ്? അല്ല, അന്ന് ആക്ച്വലി സിനിമയായിട്ട് എനിക്ക് ഒരു ബന്ധം ഇല്ലയെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അന്ന് എൻ്റെ മരുമകനുണ്ട്, ഒരു ഡോക്ടർ അർജുൻ എന്നിട്ട്, എൻ്റെ ഏച്ചി ഇന്ദിരയുടെ മകനാണ്. അവർ പിലാത്തറയാണ്. അപ്പോൾ അവർ ഫേസ്ബുക്കിലൂടെ ഇതിൻ്റെ കാസ്റ്റിംഗ് കോൾ വിളിച്ചു. അപ്പോൾ ഒറിജിനൽ പോലീസുകാരെ വേണം എന്നിട്ട് പോത്താട്ടൻ ബ്രില്യൻസ് അതിലൊരു വരി ഉണ്ടായിരുന്നു, ഒറിജിനൽ പോലീസ് വേണം. അങ്ങനെ ഒറിജിനൽ പോലീസ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ഞാനറിയാതെ എൻ്റെ ഫോട്ടോ അയച്ചു കൊടുത്തു. അപ്പോൾ അങ്ങനെ അവർ വിളിച്ചു, എൻ്റെ അസിസ്റ്റൻറ്റ് ഡയറക്ടർ വിളിച്ചു. അപ്പോൾ വിളിച്ച സമയത്ത് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല ഞാൻ. അപ്പോൾ സ്പെഷ്യൽ ബ്രാഞ്ചിലായതുകൊണ്ട് തന്നെ ചില കാര്യത്തിന് നമുക്ക് വിരോധമുള്ള ആളുമുണ്ടാവും. നമ്മളെല്ലാവരും നമ്മളെ അനുകൂലിക്കണമെന്നില്ല. അങ്ങനെ ആരോ ചെയ്ത പണിയാണെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ പിന്നെ എൻ്റെ മരുമകൻ തന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ഞാൻ അയച്ചതാണ്, അപ്പോൾ നിങ്ങൾ ദയവേറ്റ് പോകണം, ഓഡീഷന് പോകണം. അങ്ങനെ ഓഡീഷന് പോയി ഓഡീഷൻ എന്തായാലും എനിക്ക് കിട്ടൂലല്ലോ. എന്ന് വെച്ചാൽ എനിക്ക് അതിനുള്ള ഒരു ക്വാളിഫിക്കേഷനും മനസ്സിൽ ഉണ്ടായിട്ടില്ല, അന്നുമില്ല, ഇന്നും അത്ര വലിയ ഇതുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ നമ്മളൊരു സ്വതസിദ്ധമായ ഒരു ശൈലിയിൽ അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം നമ്മൾ മറുപടി പറഞ്ഞു. അപ്പോൾ ആ മറുപടി പറഞ്ഞാലും അവർ പറഞ്ഞു, റോയ് എന്ന് പറഞ്ഞ അസിസ്റ്റൻ്റ് ഡയറക്ടർ ഉണ്ടായിരുന്നു, ഉണ്ണിമായി ഉണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു, നമ്മൾ നോക്കിയിട്ട് വിളിക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു ചിരി ചിരിച്ചു. അപ്പോൾ ചിരിച്ചാൽ എനിക്ക് പോലീസിൻ്റെ ഇതാണ് ഓടിയത്. അപ്പോൾ ചിരിക്കുമ്പോൾ നമ്മൾ കിട്ടൂല എന്നുള്ള രീതിയിലല്ലേ ചിരി വരിക. അപ്പം ഞാനും ചിരിച്ചു. ഞാൻ പറഞ്ഞു ഓക്കെ, പിന്നെ കാണാൻ പറഞ്ഞു. അതിനുശേഷം പിറ്റേന്ന് വീണ്ടും വിളിച്ചു, അങ്ങനെ ഡയറക്ടർക്ക് കാണണം എന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേന്ന് ദിലീഷ് പോത്തൻ്റെ പോയി. അപ്പോൾ അതിന് സ്ക്രിപ്റ്റ് റൈറ്റുണ്ടായിരുന്നു സജീവ് മഴയൂർ. അപ്പോൾ അവർ തമ്മിൽ സംസാരിച്ചതിന് ചോദിച്ചു, ഇങ്ങനെ ലീവ് കിട്ടുമോ? അപ്പോൾ ഓൾറെഡി 3 ദിവസം ലീവ് എടുത്തിട്ടാണ് പോയി. അപ്പോൾ ആ സമയത്തെല്ലാം ഭയങ്കര പ്രശ്നമുള്ള സമയമായിരുന്നു. അപ്പോൾ 3 ദിവസം ലീവ് എടുത്ത് പോയി, രണ്ടാമത്തെ ദിവസമാണ് ഇത് വിളിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ലീവ് കിട്ടും, പക്ഷേ എങ്കിൽ ലീവ് കിട്ടണേ സിനിമയിൽ എടുക്കണ്ടേ. എന്നോട് പറഞ്ഞ് സിനിമയിൽ എടുത്തു. അങ്ങനെ ഡയറക്ടറാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ ഞാനിവരോട് വീട്ടുകാരോട് പറഞ്ഞിട്ട് അവർക്ക് അത്ര വലിയൊരു വിശ്വാസം വന്നിട്ടില്ല. അതുപോലെ തന്നെ ആ സിനിമ റിലീസ് ചെയ്തിട്ടും ഞാനൊരു 3-4 ദിവസം കഴിഞ്ഞിട്ടാണ് പോയത്. എനിക്കൊരു മനസ്സിലൊരു ഉൾഭയം ഉണ്ടായിരുന്നു. എല്ലാവരും എന്നെ കുക്കി വിളിക്കുമോ, നമ്മളൊരു SI ആണ് എന്നുള്ളൊരു ഇതിലേക്ക് മാറിയിട്ടല്ലേ ഇതിലുള്ളത്. പിന്നെ അത് കൂടാതെ ഏകദേശം ഒരു 3 സീന് മാത്രമേ സ്ക്രിപ്റ്റിൽ എൻ്റെത് ഉണ്ടായിട്ടുള്ളൂ. പിന്നെ ഓരോ അവസരങ്ങൾ വരുമ്പോൾ ഓരോ സിറ്റുവേഷൻ ബേസിൽ കുറേ കൂടി
അങ്ങനെ സിനിമ ഇറങ്ങുമ്പോൾ ഏകദേശം 73 സീനുണ്ടായിരുന്നു ഞാൻ. അത് വലിയൊരു ഭാഗ്യമാണ്. അവരാണ് എൻ്റെ ജീവിതത്തിൻ്റെ വഴി മാറ്റി വേറെ വഴിയിലേക്കൂടി, സിനിമാ വഴിയിലേക്കൂടി തിരിച്ചു വിട്ടത്. തൊണ്ടി മുതൽ ദൃക്സാക്ഷിയുടെ അവരാണ് അതിൻ്റെ പിന്നണി, അതിൻ്റെ അണിയറ പ്രവർത്തകർ, അതിൻ്റെ സംവിധായകൻ, അവരാണ് എൻ്റെ ജീവിതം മാറ്റിമറിച്ചത്. അന്ന് അവരൊക്കെ സംസാരിക്കുമ്പോൾ പറഞ്ഞത്, നിങ്ങൾ പോലീസുകാരനായി എങ്ങനെയാണോ ബിഹേവ് ചെയ്യുന്നത് അതുപോലെ അഭിനയിച്ചാൽ മതി, അങ്ങനെ എന്തെങ്കിലും ക്ലാസ്സൊക്കെ ഉണ്ടായിരുന്നു? എന്താണ്? അതായത് അതിന് ക്യാമ്പുണ്ടായിരുന്നു. അപ്പോൾ ആ ക്യാമ്പിൻ്റെ സമയത്ത് നമ്മളെന്താണ് ഒരു പോലീസ് സ്റ്റേഷനിൽ ഉണ്ടാവുക, എന്താണ് നടക്കുന്നത്, ആ സമയത്ത് ഒരു സിറ്റുവേഷൻ വന്നാൽ, അല്ല ഒരാൾ ഒരു പരാതി വന്നാൽ നമ്മൾ ഏത് രീതിയിലാണ് അതിനെ റെസ്പോണ്ട് ചെയ്യുന്നത്, ക്യാമറ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, റെസ്പോണ്ട് ചെയ്യുന്നത്, അതങ്ങനെ പറഞ്ഞാൽ മതി. അപ്പോൾ അതിങ്ങനെ പറഞ്ഞു. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അവർ വീണ്ടും ഇത് മാറ്റി വഴിതിരിഞ്ഞു പോയി. അങ്ങനെയാണ് എനിക്ക് 73 സീനുണ്ടായത്. അപ്പോൾ പോലീസിലെ ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാലോ. ഇപ്പോൾ പോലീസിൽ ഇപ്പം 33ാമത്തെ വർഷമാണ്. പോലീസിലെ കാര്യം എന്താണെന്നുള്ളത് നമുക്ക് വളരെയധികം അറിയാം. അത് നല്ല ബൈഹാർട്ടാണ്, നമ്മൾ ഹൃദിസ്ഥമാണ്. അതുകൊണ്ട് നമ്മൾക്ക് പറയുന്നതിന് ആധികാരികമായിട്ട് നമുക്ക് പറയാൻ പറ്റും. ആ പറയുന്നതിലെ കൂടി ഈ കഥ കുറച്ച് മാറി. അതുകൊണ്ടാണ് എനിക്ക് 3 സീനുള്ളതെന്ന് 73 സീനായി മാറിയത്. അപ്പോൾ അങ്ങനെ മാറി സിനിമ ഇറങ്ങിയതിന് ശേഷം എന്നെ ഒരുപാട് പേര് അഭിനന്ദിച്ചു, ഒരുപാട് പേര് വിളിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നെ തന്നെയാണോ, ഞാൻ അത്ര വലിയൊരു പ്രശ്നമൊന്നും അങ്ങനെ ഒരു പെർഫോമൻസ് ചെയ്തു എന്ന് എനിക്ക് തോന്നിയില്ല. അപ്പോൾ ഞാൻ സ്പെഷ്യൽ ബ്രാഞ്ചിലെ എങ്ങനെയാണോ ഞാൻ ബിഹേവ് ചെയ്യുന്നത് ആ രീതിയിലുള്ളൊരു സംഭവം ഞാൻ അവിടെ ചെയ്തിട്ടുണ്ട്. ആ ചെയ്തത് പ്രേക്ഷകർ അത് ഏറ്റെടുത്തു, അവർക്ക് നല്ല ഇഷ്ടമായി. അതേപോലെ തന്നെ ഒരുപാട് ദേശീയ അവാർഡടക്കം ഒരുപാട് അവാർഡ് ആ സിനിമക്ക് കിട്ടി. ആ സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങിയത് ആണ് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. നമ്മൾ ഈ അഭിനയ ജീവിതമൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ, ഇപ്പോൾ തൊണ്ടിമുതലും ദൃക്സാക്ഷിയും കഴിഞ്ഞു, അതിനുശേഷം പിന്നീട് അങ്ങോട്ട് അവസരങ്ങളുടെ ഒരു പെരുമഴ തന്നെയായിരുന്നു. അതിനുശേഷം ഒരുപാട് സിനിമകളിൽ എനിക്ക് അഭിനയിക്കാനുള്ള അവസരം കിട്ടി. അപ്പോൾ തൊണ്ടി മുതലും ദൃക്സാക്ഷിയും മുതലുള്ള എല്ലാ ആൾക്കാരായിട്ടും ഞാനൊരു വ്യക്തിപരമായ ബന്ധം നിലനിർത്തുന്നുണ്ട്. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അതും കൂടി ഇതിൻ്റെ ഒരു ഇതാണ്. അപ്പോൾ ഏകദേശം ഒരു 46ഓളം സിനിമ അഭിനയിച്ചിട്ടുണ്ട്. അതിൽ 4-5 സിനിമ റിലീസ് ചെയ്യാനുണ്ട്. അതിൽ മലയാള സിനിമയിൽ ഏറ്റവും വലിയ അതികായകനായ മമ്മൂക്ക, അങ്ങനെ ഒരുപാട് ആൾക്കാരുടെ കൂടെ ഭാഗത്ത് അഭിനയിക്കാനുള്ളൊരു അവസരം കിട്ടി. തെന്നിന്ത്യൻ താരം പ്രകാശ് രാജ് സാറിൻ്റെ കൂടെ അഭിനയിച്ചു അതിരൻ എന്ന് പറഞ്ഞ സിനിമയിൽ. അതിൽ ഫഹദ് ഫാസിലാണ് എന്നെ കാസ്റ്റ് ചെയ്ത് എന്നെ സെലക്ട് ചെയ്തത്. ഫഹദ് ഫാസിലിൻ്റെ സിനിമയാണ്. അപ്പോൾ അവരുടെ കൂടെയെല്ലാം അഭിനയിക്കാൻ കിട്ടിയൊരു അവസരം വലിയൊരു ദൈവത്തിൻ്റെ കടാക്ഷം തന്നെയാണ് എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. ഈ പോലീസിൽ നിന്ന് സിനിമയിലേക്ക് വന്ന നിരവധി പേരുണ്ട്, പക്ഷെ കണ്ണൂരിൽ നിന്ന് അത്തരത്തിൽ അധികം ആളുകളൊന്നും ഇല്ലെന്ന് തോന്നുന്നു. കണ്ണൂരിൽ നിന്ന് പോലീസിൽ വന്ന ആൾക്കാരുണ്ട്, പക്ഷെ അവരുടേതായ രീതിയിൽ കുറേ ആൾക്കാർ വേറെ ചെയ്യുന്നുണ്ട്. അപ്പോൾ കണ്ണൂരിൻ്റെ എൻ്റെ ഒരു ഇത് എന്ന് വെച്ചാൽ എൻ്റെ ഒരു സംസാരം, എൻ്റെ ഒരു ലാംഗ്വേജ്, കണ്ണൂർ സ്ലാങ്. അപ്പോൾ ഈ ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ, അതെ അതെല്ലാം ആ സമയത്ത് നമ്മൾ മനസ്സിൽ നിന്ന് എടുത്തിട്ടതാണ്. ഇപ്പോൾ അതൊരു സ്ക്രിപ്റ്റ് ആയിരുന്നില്ല, സ്ക്രിപ്റ്റ് അല്ല, ഡയറക്ടർ പറഞ്ഞു നിങ്ങൾ ഏകദേശം അതിൻ്റെ സിറ്റുവേഷൻ വെച്ച് നിങ്ങൾ എന്താ വെച്ചാൽ കുറച്ച് അതിൻ്റെ ഇതുണ്ട്, ത്രെഡ് ഉണ്ട്. അതിനുശേഷം പറഞ്ഞു, അപ്പോൾ ഞാൻ നിൻ്റെ അളിയനൊന്നല്ലല്ലോ എന്നാണ് ഞാൻ പറയുന്നത്. അതെല്ലാം ഞാൻ മനസ്സിൽ നിന്ന് ആ സമയത്ത് തോന്നിയ കാര്യങ്ങൾ പറഞ്ഞതാണ്. അതുമെല്ലാം ഭയങ്കര ഹിറ്റായി. അതേപോലെ തന്നെ ഒരുപാട് സിനിമകളിൽ നല്ല ഹാസ്യ കഥാപാത്രം അഭിനയിച്ചു. പോലീസിൻ്റെ തന്നെ കുറേ റോള് അഭിനയിച്ചു. അതുകൂടാതെ പ്രായമായ അവരുടെ അച്ഛൻ അങ്ങനെയുള്ള അവരുടെ റോള് അഭിനയിച്ചു. കച്ചിയമ്മണിപ്പിള്ള എന്നുള്ളതിൽ അമ്മായി അച്ഛൻ്റെ റോളായിരുന്നു എനിക്ക്. അപ്പോൾ അങ്ങനെ ഓരോ സിനിമയിലും വ്യത്യസ്തമായ വേഷങ്ങൾ അഭിനയിക്കാനുള്ളൊരു അവസരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ എല്ലാ സിനിമകളിലും ഇത് ഓരോ വേഷങ്ങൾ കിട്ടുമ്പോൾ അത് നമ്മളോട് അല്ലെങ്കിൽ നമ്മൾക്ക് എന്തെങ്കിലും ഒരു ഇത് ജനങ്ങൾ അംഗീകരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റുള്ളവർ അംഗീകരിക്കുന്നുണ്ട് എന്നുള്ളതും കൂടിയാണ്.
അപ്പോൾ ഓരോ സിനിമക്ക് വിളിക്കുമ്പോൾ അതും ഒരു തരത്തിലുള്ള അംഗീകാരമാണ്, ഓരോ അംഗീകാരമാണ് എന്നാണ് ഞാൻ കരുതുന്നത്. ഈ നമ്മൾ സിനിമയിലൊക്കെ പറയുന്നത് കേൾക്കുന്നത്, പോലീസായി അഭിനയം തുടങ്ങിയാൽ പിന്നെ എപ്പോഴും പോലീസുകാരൻ, കള്ളനായി തുടങ്ങിയാൽ എപ്പോഴും കള്ളൻ, ഈ രീതിയിലുള്ള രീതി മാറ്റി പല വേഷങ്ങളും ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു നേട്ടം തന്നെയാണ്. അതൊരു ഒരു ഒരു ഈ കരിയറിൽ വലിയൊരു മാറ്റത്തിന് അതും കൂടി കാരണമായിട്ടുണ്ട്. അതെ, അത് മനോജ് പറഞ്ഞത് ഒരു പരിധിവരെ ശരിയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് നമ്മൾ ഏതിലാണോ നമ്മൾ ഒരു ടൈപ്പ് കാസ്റ്റായി പോകുന്നത്, അതേ രീതിയിൽ തന്നെ നമ്മൾ ബാക്കിയുള്ളവരും കാണാൻ ശ്രമിക്കുകയും അങ്ങനെ മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് കഥാപാത്രങ്ങൾ അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. പക്ഷേ എൻ്റെ ആദ്യത്തെ കുറച്ച് ഒരു സിനിമകളിലല്ലാതെ അങ്ങനെ ഉണ്ടായിട്ടില്ല. ഫസ്റ്റ് സിനിമ തൊണ്ടി മുതൽ കഴിഞ്ഞ് സെക്കൻഡ് സിനിമ പൊളിറ്റിക്കൽ ലീഡർ റോളാണ് എനിക്ക് കിട്ടി, ഈടാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അജിത് കുമാർ സാറിൻ്റെ. അതേപോലെ വിവിധങ്ങളായ സിനിമകളിൽ എനിക്ക് അഭിനയിക്കാൻ, പല ക്യാരക്ടറിൽ അഭിനയിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട്. അതിൽ പോലീസിൻ്റെതും ഉണ്ട്, പോലീസിൻ്റെ ഇല്ല എന്ന് പറയുന്നില്ല. പോലീസിൻ്റെ റോളിൽ പോലീസിൽ ഞാൻ ജോലി ചെയ്യുന്നത് കൊണ്ട് തന്നെ പോലീസിൻ്റെ അതേപോലെ അത്രയധികം കറക്റ്റ് ആപ്റ്റായിട്ട് അഭിനയിക്കാൻ പറ്റും എന്നുള്ളൊരു തോന്നലാണ് അവർ പോലീസിൻ്റെ കഥാപാത്രം തന്നെ സെലക്ട് ചെയ്യുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിൽ നിന്ന് മാറി വേറെ കഥാപാത്രങ്ങൾ നമ്മൾ ചെയ്യുകയും ആ കഥാപാത്രങ്ങൾ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുകയും സമൂഹം അംഗീകരിക്കുകയും ചെയ്താൽ നമുക്ക് മാറ്റം ഉണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്. ആ രീതിയിൽ ഒരുപാട് ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഈ പ്രീസ്റ്റിൽ DYSP ആയിട്ടാണ് അഭിനയിച്ചത്. അതെ. അത് സജസ്റ്റ് ചെയ്തത് നമുക്ക് തന്നെയാണോ? അതായത് ആ സിനിമ ഒരു ഡിസംബർ 30-ാം തീയതി തന്നെ അതിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോൾ വിളിക്കുന്നു, പ്രശാന്ത് നാരായണൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അദ്ദേഹം വിളിക്കുന്ന ഇങ്ങനെ സിനിമ ഷൂട്ടുണ്ടോ? അപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പോൾ ഇല്ല, അപ്പോൾ 1-ാം തീയതി എറണാകുളത്ത് എത്തണം, ഒരു ഷൂട്ടുണ്ട് പ്രീസ്റ്റ് എന്നാണ്, നിങ്ങൾ DYSP ശേഖർ ആണ് കഥാപാത്രം. അങ്ങനെ ഞാൻ 1-ാം തീയതി പോയി. അപ്പോൾ പോകുന്നതിന് മുന്നേ ഞാൻ ചോദിച്ചു, നമ്മളോട് പറയണം എന്നില്ലെങ്കിലും നമുക്കൊരു ആഗ്രഹം ഉണ്ടാവില്ല, ആരാണ് എൻ്റെ കൂടെ, അല്ലെ ആരെ കൂടിയാണ് ഞാൻ അഭിനയിക്കുന്നത്, എൻ്റെ കൂടെ എന്ന് പറയാൻ പറ്റില്ല, ആരെ കൂടിയാണ് നമ്മൾ അഭിനയിക്കുന്നത് എന്നുള്ളൊരു ആകാംക്ഷ ഉണ്ടാവില്ല. അപ്പം ഞാൻ ചോദിച്ചു, പ്രശാന്ത് ആരെ കൂടെയാണ് ഞാൻ അഭിനയിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു മമ്മൂക്കിയാന്ന് പറഞ്ഞു. മമ്മൂക്കിയാന്ന് പറഞ്ഞാൽ പിന്നെ ഒന്നും പ്രശ്നമില്ല, നമ്മൾ ഉടൻ തന്നെ നമ്മൾ റെഡി. ഞാൻ പറഞ്ഞു ഓക്കെ റെഡി, ഞാൻ ഇപ്പം തന്നെ ഞാൻ ബുക്ക് ചെയ്യാം. അപ്പോൾ അങ്ങനെ അവർ ടിക്കറ്റ് ബുക്ക് ചെയ്ത് തന്നു. ഞാൻ പോയി. അപ്പോൾ അതിൻ്റെ പൂജ വന്നു. പൂജാ സമയത്ത് എല്ലാവരും വിളക്ക് കത്തിക്കുന്നു. അപ്പോൾ 4 തിരി കത്തിച്ചു. 4 തിരി കത്തിച്ച സമയത്ത് 5-ാമത്തെ തിരി കത്തിക്കാൻ വേണ്ടി നോക്കുമ്പോൾ എന്നെ ഇങ്ങനെ നോക്കുന്നു, ആര്? മമ്മൂക്ക. അപ്പോൾ മമ്മൂക്ക എന്നെ നോക്കുന്നു. അപ്പോൾ ആൻഡോ ജോസഫ് ഉണ്ട്, ഇവരെല്ലാവരും ഉണ്ട്. അപ്പോൾ മമ്മൂക്ക എന്നോട് വിളക്കിൻ്റെ തിരി കത്തിക്കാനാണ് പറയുന്നത്. അപ്പം ഞാനത് പ്രതീക്ഷിക്കുന്നില്ല. അപ്പം ഞാൻ എൻ്റെ പിറകിൽ നോക്കി, വേറെ ആരെങ്കിലും എൻ്റെ പിറകിലുണ്ടോ? അപ്പോൾ ഞാൻ ആകെ ഭയങ്കര ഇതിലായി, ഒരു പെർപ്ലക്സ്ഡ് മൂഡിലായി, ആകെ ഒരു ബേജാറായി. അപ്പോൾ നമുക്ക് എന്നോട് പറഞ്ഞു, വടക്കോട്ടൊന്നും ഈ പരിപാടിയില്ലെന്ന് വെച്ചു, വിളക്ക് കത്തിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നി എന്നോട് തന്നെ. അപ്പോൾ ഞാൻ വാങ്ങി കത്തിച്ചു. അന്ന് പ്രീ ഡിഗ്രി കാലത്ത് കണ്ടതിന് ശേഷം പിന്നെ നേരിട്ട് കാണുന്നത് അന്ന് ശരിക്കും ഇങ്ങനെ പോകുന്നതേ കണ്ടിട്ടില്ല. പോലീസിൻ്റെ അടി കിട്ടി തിരിച്ചു വരുമായിരുന്നു. അന്ന് മമ്മൂക്ക ഇങ്ങനെ പോകുന്നത് ഞാൻ കണ്ടു, വണ്ടിയിൽ ഇങ്ങനെ പോകുന്നത് കണ്ടു, അടുത്തൊന്നും കണ്ടില്ല. അപ്പോൾ ഗേറ്റിൻ്റെ പുറത്തായിരുന്നു. ഈ തലശ്ശേരി പോകുന്ന എരഞ്ഞോളി അവിടെ ഒരു ഇതുണ്ട്, ഇൻസ്പെക്ടർ ബൽറാം എന്ന ആ സിനിമയാണ്. അപ്പോൾ അവിടെ ഒരു ലേഡീൻ്റെ കഥാപാത്രത്തിൻ്റെ വീടാണ്. അങ്ങോട്ടൊക്കെ ഇങ്ങനെ പോകുന്നത് നമ്മൾ കണ്ടു എന്നല്ലാതെ പിന്നെ ഉള്ളിൽ കയറി നോക്കാൻ വേണ്ടി ഒന്നും തള്ളുമായി, പോലീസ് അടിയായി. അപ്പോൾ ആ പ്രീസ്റ്റിൻ്റെ ഈ പൂജ സമയത്താണ് നേരിട്ട് കാണുന്നത്. അതെ. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ വിളക്കെല്ലാം കളിച്ച് മമ്മൂക്ക അങ്ങോട്ട് പോയാലും ഞാൻ ജസ്റ്റ് ഓടിച്ചെന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ മമ്മൂക്ക ഞാൻ 20 മുതലിന് ശേഷം വേറെയും കുറച്ച് സിനിമകൾ അഭിനയിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ എന്നിങ്ങനെ ഒരു നോട്ടം നോക്കി തിരിച്ചുപോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മളെ മനസ്സിലൊരു SI കൂടി ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ ചെന്നപ്പോൾ ഇങ്ങനെ നോക്കിയിട്ടൊന്നും പറയാതെ പോയത്. അപ്പോൾ ഡയറക്ടർ അന്നേരം തന്നെ വിളിപ്പിച്ചു, കുറേ കാര്യങ്ങൾ സംസാരിച്ചു കഥാപാത്രത്തിനെ പറ്റി. ഞാൻ പറഞ്ഞു അതെല്ലാം ഓക്കെ, അതെല്ലാം ചെയ്യാം, പക്ഷേ എങ്കിൽ ഇതെങ്ങനെ ഞാൻ ഇതിൽ വന്ന് അതിൽ വേറെ ആരും എനിക്ക് പരിചയമില്ല. അപ്പോൾ അന്നേരം പറഞ്ഞു, ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയ സമയമാണ്, അതിൽ കണ്ടിട്ട് മമ്മൂക്കയാണ് കാസ്റ്റ് ചെയ്തത്.
അപ്പോൾ മമ്മൂക്ക നോക്കിയിട്ടൊന്നും മറുപടി പറയാതെ ഉത്തരമാണ് ഈ ഡയറക്ടർ പറഞ്ഞത്. അതെനിക്ക് ഭയങ്കര ഒരു ഞാൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമാണ്. മമ്മൂക്ക എന്നെ കാസ്റ്റ് ചെയ്തിട്ട് മമ്മൂക്കേൻ്റെ കൂടെ കോമ്പിനേഷനിൽ അഭിനയിക്കാനുള്ള അവസരം കിട്ടുമെന്ന് പറഞ്ഞാൽ വലിയൊരു ഭാഗ്യമായിട്ടാണ് കരുതുന്നത്. കുറേ ദിവസം, ഒരു മാസം, 26 ദിവസത്തോളം ഉണ്ടായിരുന്നു. 26 ദിവസം ഉണ്ടായിരുന്നു. ഈ അതിൻ്റെ ഷൂട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം മമ്മൂക്ക ബന്ധപ്പെടാറുണ്ട്, വാട്സപ്പിൽ ബന്ധപ്പെടാറുണ്ട്. ഇടയ്ക്ക് ഇതുവഴി എയർപോർട്ട് വഴിയെല്ലാം പോകുമ്പോഴെല്ലാം ബന്ധപ്പെടാറുണ്ട്, തിരിച്ചങ്ങോട്ടും ബന്ധപ്പെടാറുണ്ട്. അവസാനം ക്ഷണിച്ചിരുന്നു, അപ്പോൾ വന്നില്ല. പിന്നെ അതിന് ശേഷം പിന്നെ വരാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ബന്ധപ്പെടാറുണ്ട്, ബന്ധപ്പെഴും നിലനിർത്തുന്നുണ്ട്. ഇപ്പോൾ അടുത്ത ഏതെങ്കിലും സിനിമ മമ്മൂക്കയും അടുത്ത വേറെ ഏതെങ്കിലും മമ്മൂക്ക ഇപ്പോൾ അഭിനയിക്കുന്ന ഒരു സിനിമയിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്താണ് ഇപ്പം ഇതായില്ലേ. അപ്പോൾ ഇനിയിപ്പോൾ അത് ഇപ്പം സെപ്റ്റംബറിൽ തുടങ്ങുന്നുണ്ടെന്ന് പറഞ്ഞു മഹേഷ് നാരായണൻ്റെ സിനിമ. ഈ മമ്മൂക്ക ഇങ്ങനെ ഒരു ഇടവേള എടുത്ത് ഇങ്ങനെ ചികിത്സക്കൊക്കെ പോയി എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായും മലയാളികൾക്ക് എല്ലാവർക്കും വലിയ സങ്കടം ഉണ്ടായ ഒരു സംഭവം തന്നെയാണ്. തിരിച്ചു വരുന്നു എന്ന് കേട്ടപ്പോൾ ഞാൻ ഫേസ്ബുക്കിൽ കണ്ടിരുന്നു മമ്മൂക്ക ഇപ്പോൾ ഉള്ള. അതെ അല്ല, മമ്മൂക്ക എന്ന് പറയുന്നത് നമ്മളെ മനസ്സിൽ, നമ്മളെ കുടുംബത്തിലെ ഏതൊരു മലയാളിയിലും നമ്മളെ സ്വന്തം ഒരാളായി, അതായത് ഏട്ടൻ, ഇക്ക, അച്ഛൻ, ഉപ്പ, അമ്മ, അങ്ങനെ ആ രീതിയിലുള്ള ഒരു ഫാമിലി മെമ്പർ, അത്രയധികം അറ്റാച്ച്മെൻ്റ് ഉള്ളൊരു രീതിയിലാണ് എല്ലാ മലയാളികളും മനസ്സിലുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ പെട്ടെന്നൊരു അസുഖം വന്ന സമയത്ത് നമുക്കങ്ങനെ ഒരു ഭയങ്കരമായ സങ്കടമുണ്ടായി. പക്ഷേ തിരിച്ചു വരുന്നുണ്ട്. അത് ഭയങ്കരമായ ഒരു ഊർജ്ജമാണ്. നമുക്കെല്ലാവർക്കും ഒരു മാതൃകയായി മുന്നോട്ട് പോകാനുള്ള ഒരു പ്രചോദനം കൂടിയാണ്. അപ്പോൾ തിരിച്ചു വന്നാൽ വീണ്ടും കൂടെ അഭിനയിക്കാനുള്ളൊരു അവസരം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അതിൻ്റെ ആൾക്കാരോട് ഞാനിങ്ങനെ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്, അവർ നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ കലാജീവിതം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ 50ഓളം സിനിമയിൽ അഭിനയിച്ചു. ഈ റിട്ടയർമെൻറ്റിലേക്ക് പോവുകയാണല്ലോ. ഏതാനും മാസങ്ങൾക്ക് മെയ് മാസത്തോടെ പോലീസിൻ്റെ ഔദ്യോഗിക കുപ്പായം അഴിച്ചു വയ്ക്കും. അതിനുശേഷം എന്താണ് എന്തെങ്കിലും പ്രോഗ്രാം? ഈ സിനിമാ ജീവിതവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണോ തീരുമാനം? സിനിമ കിട്ടുന്ന അവസരങ്ങളിലെല്ലാം അഭിനയിക്കണം എന്ന എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൂടാതെ നമ്മളെ പോലീസിൽ നമ്മൾ ഏകദേശം 33 വർഷം കഴിയും അന്നേരം. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം പോലീസിലുള്ള ഒരുപാട് അനുഭവങ്ങളുണ്ട്. അതായത് പച്ചയായ ജീവിത യാഥാർത്ഥ്യങ്ങൾ, പല പ്രശ്നങ്ങളും, പല സംഭവങ്ങളും, പല ദുഃഖങ്ങളുണ്ടാവാം, സസ്പെൻസ് ഉണ്ടാവും, ത്രില്ലർ ഉണ്ടാവും. അങ്ങനെ ഒരുപാട് ആൾക്കാരെ ജീവിതവുമായി നേരിട്ട് ബന്ധപ്പെടുന്ന അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കോർത്തിണക്കി വെച്ച് ചെറിയൊരു കഥാരൂപം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ റിട്ടയർ ചെയ്താൽ അതും കൂടി ഒന്ന് നോക്കണം, ഒന്ന് സിനിമയാക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. ഞാൻ 1-2 ആളുകളെ ഇങ്ങനെ സമീപിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ ഏകദേശം ഓക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് 2026 മെയ്യിൽ ഞാൻ റിട്ടയർ ആവും. അപ്പോൾ അതിനുശേഷം ഇങ്ങനെ അതായത് എനിക്ക് അത്ര വലിയൊരു തിരക്കഥ എഴുതാൻ അറിയില്ലെങ്കിലും കഥ മനസ്സിലുണ്ട്. അത് ഏകദേശം ഒരു ബുക്ക് ആക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ 2-3 കഥ ഉണ്ട്. അതിൽ ഒരു സിനിമ ആക്കണം എന്നുള്ളൊരു ആഗ്രഹം കൂടിയുണ്ട്. അതിൽ പല ആളോടും ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. നോക്കാം, ഒരു സസ്പെൻസ് ത്രില്ലർ പോലീസ് സ്റ്റോറി. അതെ. ഇപ്പോൾ കണ്ണൂർ സ്ക്വാഡിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ കണ്ണൂർ സ്ക്വാഡ് എന്ന് പറയുന്നത് നടന്നൊരു കഥയുടെ വേറെ ഒരു രൂപമാണ്. അപ്പോൾ അതേപോലുള്ള വളരെയധികം ത്രില്ലിംഗ് ആയ ഒരു സംഭവം നമ്മളെ മനസ്സിൽ, അതായത് എപ്പോഴും നമ്മളെ മനസ്സിൽ അതിങ്ങനെ എപ്പോഴും ഉണ്ടായിരിക്കും ആ സംഭവങ്ങൾ. അങ്ങനെ 2-3 സിറ്റുവേഷൻസ് വെച്ചിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് സ്ക്രീനിൽ കഥ ശിവദാസ് കണ്ണൂർ എന്ന് കാണാനുള്ളൊരു ഭാഗ്യം നമുക്ക് ഉണ്ടാകും എന്ന എൻ്റെ ഒരു പ്രതീക്ഷ. ഭാഗ്യം തന്നെ, ഇതെല്ലാം മേലെ ഒരാൾ തീരുമാനിക്കുന്നില്ലേ. ഇത്രയൊക്കെ നടന്നില്ലേ? അതെ, വിചാരിക്കാം സിനിമ നടനാകുമെന്ന് ജീവിതത്തിൽ ഒരു 7 വർഷം മുമ്പ് പോലും ഒരു ജീവിതത്തിൽ ഒരാഗ്രഹം പോലും ഇല്ലാത്ത ഒരാൾ 50ഓളം സിനിമകളിൽ അഭിനയിച്ച താരമായി മാറിയില്ലേ? അതും നടക്കാതിരിക്കാൻ വഴിയില്ല. നടക്കുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പോൾ അതിനുള്ള എല്ലാ അഭിനേതാക്കളൊക്കെ മനസ്സിലുണ്ടോ? അതും മനസ്സിൽ ഏകദേശം ഉണ്ട്. നമുക്ക് തന്നെ ആയിരിക്കുമല്ലോ. അല്ല, അത് ഇപ്പം ഏകദേശം പറഞ്ഞ പോലെ തന്നെയാണ്.
അപ്പോൾ അത് മനസ്സിലുണ്ട്, അതിങ്ങനെ വെച്ചിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ റിട്ടയർ ചെയ്തതിന് ശേഷം ഈ പറയുന്ന പോലെ സമയവും സന്ദർഭവും അവസരങ്ങളും എല്ലാം ഒത്തു വന്നാൽ ഇങ്ങനൊരു സംഭവം ചെയ്യണമെന്നൊരാഗ്രഹമുണ്ട്. അങ്ങനെ ഏകദേശം എഴുതി വെച്ചിട്ടുണ്ട്, 2-3 കഥകൾ എഴുതി വെച്ചിട്ടുണ്ട്. ലാലേട്ടനൊപ്പം അഭിനയിക്കണം എന്നൊരാഗ്രഹമില്ലേ? ലാലേട്ടൻ്റെ കൂടെ അഭിനയിക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ മുന്നേ ഒരു സിനിമക്ക് ഇങ്ങനെ ഏകദേശം അത് ശരിയായതായിരുന്നു. ആ സമയത്താണ് കോവിഡ് വന്ന് അങ്ങനെ ഇതായി. പിന്നെ വേറെ 1-2 കാര്യങ്ങൾ അതും ഇതേപോലെ തന്നെ ഓരോ പ്രശ്നങ്ങളുകൊണ്ട് വഴിമാറിപ്പോയി. അപ്പോൾ ലാലേട്ടൻ്റെ മകൻ അഭിനയിച്ച സിനിമയിൽ ഉണ്ടായിരുന്നു, പ്രണവ് അഭിനയിച്ച സിനിമയിലുണ്ടായിരുന്നു. അപ്പോൾ ഇത് ലാലേട്ടൻ്റെ കൂടെ ഏതെങ്കിലും തരത്തിൽ എപ്പോഴെങ്കിലും ഒരു അവസരം കിട്ടിയാൽ ചെറിയൊരു റോളായെങ്കിലും ചെയ്യണമെന്ന് ഭയങ്കരമായ ആഗ്രഹം. എന്ന് വെച്ചാൽ ഇവർ 2 എൻ്റെ മനസ്സിൽ മലയാള സിനിമയിലെ അധികായന്മാർ. അപ്പോൾ അവരെ കൂടെ നമ്മൾ ചെറിയൊരു വേഷമായാലും അഭിനയിക്കുക, അതുകൂടി വേണം. അതെ, നമ്മളൊരു ആഗ്രഹങ്ങൾ നമുക്ക് പറയാം, കിട്ടില്ലെന്ന് അറിയില്ല. അപ്പോൾ അഥവാ ശരിയായാൽ അഭിനയിക്കും ഒരു 100%, 110% ഹാപ്പിയോടുകൂടി സന്തോഷത്തോടു കൂടി അഭിനയിക്കും. ഈ കണ്ണൂർ സ്ക്വാഡ് എന്ന സിനിമ കണ്ടപ്പോൾ പോലീസിൽ ഇങ്ങനെയൊക്കെ നടക്കുമോ എന്നുള്ളൊരു ചിന്ത എല്ലാവർക്കും ഉണ്ടായിരുന്നു. ശരിക്കും ഈ പോലീസിൻ്റെ ഒരു ജീവിതം തന്നെയാണോ ആ കണ്ണൂർ സ്ക്വാഡ് എന്ന സിനിമ? അതായത് പോലീസിൻ്റെ ജീവിതത്തിൻ്റെ പല ഭാഗങ്ങളും ആ സിനിമയിലുണ്ട്. ആ സിനിമയിൽ അതായത് ഒരു സിനിമ എന്ന് പറയുന്നത് ഒരു റിയൽ പോലീസ് ലൈഫ് എന്ന് പറയുന്നത് രണ്ടും 2 തരത്തിലാണ്. പക്ഷേങ്കിൽ കണ്ണൂർ സ്ക്വാഡ് എന്ന് പറയുന്ന സിനിമ റിയൽ പോലീസുകാരൻ അനുഭവിക്കുന്ന പല കാര്യങ്ങളിലും അത് അവർ ടച്ച് ചെയ്ത് പോയിട്ടുണ്ട്. അത് മുഴുവനായിട്ട് ജീവിതത്തിൽ സംഭവിക്കുന്നില്ല എന്ന് പറയാൻ പറ്റില്ല. ഇത്രയും വലിയ ഈ പ്രതികളെയൊക്കെ തേടി പോകുമ്പോൾ, മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ തേടി പോകുമ്പോൾ ഇത്തരം വലിയ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട് പോലീസ്. ഉണ്ട്, അങ്ങനെയുണ്ട്. ഞാൻ അതായത് പ്രിൻസ് അബ്രഹാം സാറിൻ്റെ കൂടെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ സാധാരണ സാറിൻ്റെ കൂടെ പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്തെല്ലാം ഭയങ്കരമായ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. ഈ നമ്മുടെ മാതൃഭൂമി വിനോദ് ചന്ദ്രന്റെ വീട്ടിലെ നടന്ന കവർച്ച, അത് വലിയ ഒരു ഇതായിരുന്നു അല്ലേ? അവരുടെ ആ സങ്കേതം അങ്ങനെ അത്രക്കും. അതായത് അവരെ ഇപ്പം ഞാൻ ഇരിട്ടിയിൽ പണിയെടുക്കുമ്പോൾ ഇരിട്ടിയിൽ ഒരു മർഡർ നടന്നായിരുന്നു. ആ മർഡറിൻ്റെ പ്രതികളെ അന്വേഷിച്ചിട്ട് തമിഴ്നാട് ഡിണ്ടിഗൽ ആയാക്കുടി കൊവളാപുരം എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് പോയിരുന്നു. അവിടെ ഒരു പ്രത്യേകമായൊരു ഇതാണ്, പ്രത്യേകമായൊരു അവർക്ക്, അതായത് ഈ പറയുന്ന ഒരു തിരുട്ട് ഗ്രാമം പോലെയുള്ള ഒരു പ്രത്യേക ഏരിയ, അവിടെ നമ്മൾ പോയിട്ട് നമ്മൾ ഇതേപോലെ തന്നെ പല ഓപ്പറേഷൻസും പ്രിൻസ് സാറിൻ്റെ നേതൃത്വത്തിൽ, അന്നേരം പ്രിൻസ് സാറ് ഇരിട്ടി സർക്കിൾ ഇൻസ്പെക്ടറായിരുന്നു. അപ്പോൾ ഞാനുണ്ടായിരുന്നു, ഈ പറയുന്ന ബേബി ജോർജ്, നമ്മളെല്ലാവരും ഉണ്ടായിരുന്നു, രജീസ് കറിയ, അവരെല്ലാം കണ്ണൂർ സ്ക്വാഡിൻ്റെ അന്നത്തെ സ്ക്വാഡ് ഉണ്ടായത്. ആ സ്ക്വാഡിൽ ഞങ്ങൾ പോയിരുന്നു. അപ്പോൾ അങ്ങനെ സ്ക്വാഡ് പോയിട്ട് ആ സ്ക്വാഡിൽ ഉണ്ടാകുന്ന അവരെ കുറേ കാര്യങ്ങളാണ് കണ്ണൂർ സ്ക്വാഡിലൂടെ പറഞ്ഞത്. അത് കുറച്ച് സിനിമേൻ്റെ ഒരു ഇതും കൂടി ഉണ്ടാവുമല്ലോ. അതല്ലാതെ പോലീസിൻ്റെ ജീവിതത്തിൻ്റെ ഒരുപാട് ഭാഗങ്ങൾ അവർ ടച്ച് ചെയ്തിട്ടുണ്ട്, അതുവഴി കടന്നു പോയിട്ടുണ്ട്. ഇത്തരം അനുഭവങ്ങളിലൊക്കെ ഒരു പോലീസുകാരൻ സഞ്ചരിക്കുമ്പോൾ സ്വാഭാവികമായും അവരുടെയൊക്കെ മനസ്സിൽ ഓരോ സിനിമയും ഉണ്ടാകും. 100%. അതായത് എല്ലാവർക്കും അവരവരുടെ ജീവിതത്തിലൂടെയുള്ള കടന്നു പോകാം. നമ്മളിപ്പം ജസ്റ്റ് മറ്റുള്ളവർ പറഞ്ഞ് കേട്ടിട്ടുള്ള അനുഭവം അതല്ല, നമ്മളെ അനുഭവിച്ച് നമ്മളെ ഓരോ റിയൽ ആ മൊമെൻറ്റിൽ നമ്മൾ ഫേസ് ചെയ്ത് നമ്മളെങ്ങനെയാണോ അത് സക്സസ് ആവുന്നത്. ചില സമയം ഫെയിലറായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇല്ലയെന്ന് പറയുന്നില്ല. അപ്പോൾ ആ സക്സസ് ആയ സംഭവങ്ങൾ നമ്മളെ മനസ്സിൽ നിന്ന് പോവില്ല, അത് ഭയങ്കര ഹിറ്റ് ചെയ്ത് നിൽക്കും. അപ്പോൾ ആ ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി നമ്മൾ അനുഭവിച്ച് നമ്മൾ ഡ്യൂട്ടി ചെയ്ത് നമുക്ക് എല്ലാം ഫേസ് ടു ഫേസ് കാണാൻ പറ്റി, അങ്ങനെ അതൊരു സക്സസ് ഹാപ്പി എൻഡിൽ എത്തിക്കുന്ന ആ ഒരു കഥ, അല്ലെങ്കിൽ ആ ഒരു സംഭവം, ആ ഒരു റിയൽ ലൈഫ്, അത് കഥയായിട്ട് മാറാൻ വലിയ പണിയൊന്നുമില്ല. ഒരു വക എല്ലാ പോലീസുകാർക്കും അത് പറയാൻ പറ്റും, എഴുതാൻ പറ്റും. ഈ സിനിമയിലെ ഒരു പോലീസുകാരൻ അവരുടെ അത് ജീവിതത്തിൽ അതായി മാറുന്നുണ്ട്. ഇപ്പോൾ ഇൻസ്പെക്ടർ ബൽറാം, ഒരു സർക്കിൾ ഇൻസ്പെക്ടർ, ഇങ്ങനെ
ആ രീതിയിലേക്ക് പോലീസുകാരും മാറുന്ന ഒരു സാഹചര്യമുണ്ട്. അതായത് സിനിമ ഈ ഔദ്യോഗിക ജീവിതവുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെടുന്നുണ്ടോ? എനിക്കും അതേപോലെ ആകണം എന്നുള്ള രീതിയിലേക്ക് ഒരു പോലീസുകാരൻ മാറുന്നുണ്ടോ? അല്ല, അങ്ങനെയല്ല. സിനിമ എന്ന് പറയുന്നത്, സിനിമയിൽ എപ്പോഴും നായകനും അല്ലെങ്കിൽ 2-3 ആൾക്കാർക്ക് മാത്രമായിരിക്കും പ്രാധാന്യം. അതിൽ ചില ഒരു പരിധിവരെ നമ്മളെ റിയൽ ലൈഫിൽ ഉള്ളതിനെക്കാട്ടി കൂടുതലുള്ളൊരു അതിഭാവുകത്വം ഉണ്ടാവും. അപ്പോൾ അതുപോലെ നമുക്ക് റിയൽ ലൈഫിൽ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേങ്കിൽ നമ്മുടെ മനസ്സിൽ തോന്നും അതേപോലെ ആയിരുന്നെങ്കിൽ. അപ്പോൾ സുരേഷ് ഗോപി അവർ മറ്റേ ഭരത്ചന്ദ്രൻ IPS ആയിരുന്നെങ്കിൽ എന്ന് നമ്മളെ മനസ്സിൽ തോന്നും. പക്ഷേ റിയൽ ലൈഫിൽ നമുക്കത് ചെയ്യാൻ പറ്റില്ല. നമ്മളെ മറ്റ് പല കാരണങ്ങളും നമ്മളെ ഇതുണ്ട്. നമ്മൾ ജീവിതത്തിലുള്ള ഇത് നമ്മൾ സിനിമയായിട്ട് 100% നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഈ സിനിമയിൽ പല വില്ലന്മാരായി പോലീസുകാർ വരാറുണ്ടല്ലോ. അതൊക്കെ കാണുമ്പോൾ ഒരു പോലീസുകാരൻ എന്ന നിലയിൽ വിഷമം തോന്നാറുണ്ടോ? ഒരു പോലീസിനെ ഈ രീതിയിൽ ചിത്രീകരിക്കുന്നത് കാണുമ്പോഴൊക്കെ ഒരുപാട് വിഷമം തോന്നാറുണ്ട്. അതായത് പോലീസിൻ്റെ യഥാർത്ഥ കാര്യങ്ങൾ അറിയാതെ ഒരുപാട് പേര് ഇപ്പോഴാ പ്രവണത ഇല്ല കേട്ടോ, അതും കൂടി നമ്മൾ പറയണം. മുൻകാലങ്ങളിൽ പോലീസിനെ ഒരു പരിഹാസ കഥാപാത്രമായിട്ടായിരുന്നു വില്ലന്മാരായി ചിത്രീകരിച്ചു. വില്ലനായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലായിരിക്കും. അതായത് പോലീസിനെ മോശമാക്കുന്ന രീതിയിലുള്ള ഒരു കഥയായിരിക്കാം സിനിമയിൽ ഉണ്ടാവുന്നത്. അപ്പോൾ ഇപ്പോഴതിൻ്റെ ആ പ്രവണത മാറിയിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ കാണുമ്പോൾ ഒരു സിനിമ എന്ന് പറയുന്നത് ഒരു പരിധിവരെ ജനങ്ങളെ മനസ്സിൽ ചേക്കേറുന്നുണ്ട് ഒരു പരിധിവരെ. അപ്പോൾ ചില പോലീസുകാരെങ്കിലും അവർ ആ സിനിമയിൽ കണ്ട പോലീസുകാരൻ്റെ സ്വഭാവമല്ലേ നല്ലതാകും, ഓക്കെ, മോശമാകും, ഇതേപോലെ പരിഹാസ രീതിയിലാണെങ്കിലും അവരെ മനസ്സിൽ ചിന്തിക്കും. അതൊരു ബാഡ് ഇമ്പാക്റ്റാണ് ഉണ്ടാക്കുക. പക്ഷേങ്കിൽ ഇപ്പോഴത് മാറി. ഇപ്പം പോലീസിൻ്റെ എല്ലാ കാര്യങ്ങളും ജനങ്ങൾക്കും കൂടി മനസ്സിലായി തുടങ്ങി. പോലീസിന് ഇന്ന പ്രശ്നങ്ങളുണ്ട്, പോലീസിൽ ഇന്ന വിഷമങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കി തുടങ്ങി. പിന്നെ പോലീസിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ എപ്പോഴും ഒരു പരാതിക്കാരനും ഒരു എതിർകക്ഷിയും ഉണ്ടാവുക എന്ത് സംഭവത്തിലും. അപ്പോൾ 100 ആളുണ്ടെങ്കിൽ 50 ആൾ മാത്രമേ പോലീസിനെ അനുകൂലിക്കൂ, ബാക്കി 50 ആൾ എഗൻസ്റ്റ് ആയിരിക്കും. എഗൻസ്റ്റ് ആൾ എപ്പോഴും പോലീസിനെ ഇടിച്ചു താഴ്ത്താൻ മാത്രമേ ശ്രമിക്കൂ. പക്ഷേ ഈ 50% നമുക്കുണ്ടാവും, സപ്പോർട്ടുണ്ടാവും. അതായത് ഒരു പരാതി വിഷയത്തിൽ വരുമ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ പോലീസുണ്ട്. ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റ് വേറെ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏറ്റവും കൂടുതൽ ഈ പറയുന്ന പരാതി എതിർകക്ഷികളും ഉള്ളത് കൊണ്ട് പരാതിക്കാരന് ആയിരിക്കും പോലീസിനോട് കുറച്ചും കൂടി ഇഷ്ടവും താല്പര്യവും. എതിർകക്ഷിക്ക് ഒരു പരിധിവരെ അവരെ തെറ്റിന് അനുകൂലിക്കുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ അനുകൂലിക്കാൻ പറ്റൂലെങ്കിൽ അവർ നേരെ തിരിച്ചിട്ടാണ് പോലീസിനോട് പെരുമാറുക, റിയാക്ട് ചെയ്യുക. ഈ പോലീസിൻ്റെ തിരക്ക് പിടിച്ച ജീവിതം, അതിനിടയിലാണ് ഈ സിനിമ അഭിനയം, ഇങ്ങനെയൊക്കെ പോകുമ്പോൾ നമ്മുടെ മേലുദ്യോഗസ്ഥരുടെ ഒരു അനുമതി ഇതിൽ അത്യാവശ്യമാണല്ലോ. ഇങ്ങനെ സിനിമ ഉണ്ട്, ഞാൻ പോയിക്കോട്ടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവരുടെ ഒരു പ്രതികരണം വലിയ സപ്പോർട്ടാണോ ഈ സേനയിൽ നിന്ന് കിട്ടുന്നത്? എനിക്ക് ഇതുവരെ കിട്ടിയത് നല്ല സപ്പോർട്ടാണ്. അപ്പോൾ 90 മുതലും ദൃക്സാക്ഷിയും പോലീസിന് ഒരു പരിധിവരെ പോലീസിൻ്റെ ഈ റിയൽ പോലീസിൻ്റെ അനുഭവങ്ങളും വേദനകളും ഒരു പരിധിവരെ അതിൽ പറയുന്നുണ്ട്. അത് മാത്രമല്ല, ആ സിനിമ ഭയങ്കര ഹിറ്റായതുകൊണ്ട് അതിന് ശേഷം ഏതെങ്കിലും ഒരു സിനിമയിൽ ഞാൻ അഭിനയിക്കാനുള്ളൊരു അവസരം എനിക്ക് കിട്ടുമ്പോൾ അത് നല്ല രീതിയിൽ അവർ സപ്പോർട്ട് ചെയ്യാറുണ്ട്. എനിക്ക് എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു തരാറുണ്ട്. അപ്പോൾ അതായത് പോലീസിൻ്റെ മേലുദ്യോഗസ്ഥർ മാത്രമല്ല, നമ്മുടെ സർക്കാർ അതിന് ഗവൺമെൻറ് ഉത്തരവ് വേണം, അത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും മേലധികാരികളുടെ ഭാഗത്തുനിന്നും അതേപോലെ തന്നെ അസോസിയേഷൻ്റെ എല്ലാവരും നല്ല രീതിയിലുള്ളൊരു സപ്പോർട്ടാണ് ഇതുവരെ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ സർക്കാരിനെ വിമർശിക്കുന്ന അല്ലെങ്കിൽ പോലീസിനെ വിമർശിക്കുന്ന ചിത്രങ്ങളിൽ അഭിനയിക്കേണ്ടി വന്നാൽ അതിന് ഈ ഏതെങ്കിലും തടസ്സം ഉണ്ടാവുമോ? അങ്ങനെ നോക്കേണ്ടി വരുമോ? ഈ നമ്മുടെ ഒരു പോലീസാണ് എന്നൊക്കെ കാര്യങ്ങൾ ചിന്തിക്കേണ്ട ആ കഥാപാത്രം ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു സംശയങ്ങളൊക്കെ വരാറുണ്ടോ? അത് ഉറപ്പായിട്ടുണ്ടാവും. കാരണം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഒരു ലോകം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ പുതിയ ഒരു കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ലോകമാണ്. ഒരുപാട് ആധുനിക സംഭവങ്ങളുള്ള ഒരു സംഭവമാണ്.
അപ്പോൾ ഞാൻ ആക്ച്വലി പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്നതാണ്. അപ്പോൾ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ജോലി ചെയ്യുമ്പോൾ എനിക്കൊരു അവസരം വരുമ്പം ഞാൻ അതിൻ്റെ സ്ക്രിപ്റ്റ് ചോദിക്കാറുണ്ട്. എന്താണ് എൻ്റെ ഡയലോഗ്, എന്താണ് ഇതിൻ്റെ സിനിമ, ആ സിനിമേൻ്റെ ഒരു ചെറിയൊരു സിനോപ്സിസ് നമുക്ക് അറിയണം. കാരണം വെച്ചാൽ അല്ലെങ്കിൽ നമ്മളൊരു സർക്കാർ ഉദ്യോഗസ്ഥനായി അല്ലെങ്കിൽ നമ്മൾ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിൽക്കുമ്പം അതിന് ഘടകവിരുദ്ധമായൊരു ഇത് അഭിനയമാണെങ്കിലും നമ്മളെ രീതിയിൽ അത് ചെയ്യാൻ പറ്റില്ല, അത് ചെയ്യാൻ പാടില്ല എന്നാണ് നമ്മളെ ഒരു നിലവിലുള്ള ഇത്. അങ്ങനെ ആരും എന്നെ ഇതുവരെ നിർബന്ധിച്ചിട്ടില്ല. അപ്പോൾ ചെയ്ത എല്ലാ സിനിമകളും അത് പോലീസായാലും ശരി, അല്ലാതെ മറ്റ് കഥാപാത്രങ്ങളായാലും ശരി, അങ്ങനെ നിലവിൽ ഈ പറയുന്നതിന് നേരെ ഘടകവിരുദ്ധമായി വിമർശനങ്ങളോ അല്ലെ എതിർപ്പ് കൊണ്ട് അഭിനയിക്കേണ്ട ഒരു കഥാപാത്രം ഇതുവരെ എനിക്ക് വന്നിട്ടില്ല, ഞാൻ ചെയ്തിട്ടുമില്ല. എന്തായാലും ആളുകളുടെ മനോഭാവം മാറുന്നുണ്ട്, പോലീസ് എങ്ങനെയാണ് എന്നുള്ളതിൻ്റെ ഒരു മനോഭാവം മാറുന്നുണ്ട്. അതിന് നിങ്ങളെപ്പോലുള്ള ഈ കലാരംഗത്തേക്ക് വന്ന ആളുകൾ വലിയ പങ്കുവഹിച്ചിട്ടുമുണ്ട്. കാരണം നിങ്ങളെപ്പോലുള്ള ഒരാൾ അഭിനയിക്കുമ്പോൾ പോലീസ് എന്താണെന്ന് അതിൻ്റെ അണിയറ പ്രവർത്തകർ കൂടി അറിയുകയാണ്, നിങ്ങളിലൂടെ അറിയുകയാണ്. അങ്ങനെയല്ല പോലീസ്, ഇങ്ങനെയാണ് പോലീസ് എന്ന് പറയാൻ നമ്മളെക്കാൾ കൂടുതൽ കഴിയുക നിങ്ങൾക്കാണ്. അത്തരം കാര്യങ്ങളൊക്കെ വരുന്നത്, നിങ്ങളെപ്പോലുള്ള ആളുകൾ അഭിനയ രംഗത്തേക്ക് വരുന്നത് സേനക്കും ഒരു മുതൽക്കൂട്ടായി മാറുകയാണ്. 100% ശരിയാണ്. പണ്ട് ഏട് കുട്ടൻപിള്ള എന്നുള്ളൊരു സങ്കല്പം ഉണ്ടായിരുന്നു, ഹെഡ് കോൺസ്റ്റബിൾ കുട്ടൻപിള്ള. അപ്പോൾ ഒരു കപ്പടമീശിയും ഒരു തടിച്ച് അങ്ങനെയുള്ള ആ ഒരു സങ്കല്പത്തിലാണ് ഒരു പരിധി കടയിലൊക്കെ പൈസ കൊടുക്കാതെ പോകുന്നത്. അപ്പോൾ ആ ഒരു സങ്കല്പത്തിലായിരുന്നു പണ്ട് എല്ലാം പോലീസിനെ പറ്റി പറയുന്നത്. അത് മാറി 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 ഇപ്പോൾ എന്ന് വെച്ചാൽ ജനമൈത്രി പോലീസായി, സ്റ്റുഡൻറ് പോലീസ് കേഡറ്റായി. അങ്ങനെ പോലീസിൻ്റെ ഒരുപാട് ക്ഷേമ പദ്ധതികൾ ജനങ്ങൾക്കുമായിട്ട് നേരിട്ട് സംവദിക്കാൻ പറ്റുന്നത്, നേരിട്ട് ഇടപെടാൻ പറ്റുന്നത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പോലീസിൽ വന്നു, പോലീസിൻ്റെ നടപ്പിലാക്കി തുടങ്ങി. അപ്പോൾ പോലീസിൻ്റെ മുഖച്ഛായ മൊത്തം മാറി. അപ്പോൾ ഈ മാറിയ മുഖച്ഛായക്കനുസരിച്ചിട്ടാണ് ഇപ്പോഴത്തെ ഈ പറയുന്ന കഥാപാത്രങ്ങളും ഡയലോഗും സിനിമകളും ഏകദേശം വരുന്നത്. അപ്പോൾ ജനങ്ങൾക്ക് പോലീസിനോടുള്ള ആ ഒരു കാഴ്ചപ്പാട് ഈ സിനിമകൾ കൊണ്ടും ഇതേപോലെ തന്നെ മറ്റ് പല പോലീസിൻ്റെ നടപടികൾ കൊണ്ടും പോലീസിന് നടപ്പിലാക്കിയ പല പദ്ധതികൾ കൊണ്ടും ഈ ജനങ്ങളെ കാഴ്ചപ്പാട്, പോലീസിനുള്ള കാഴ്ചപ്പാട് മാറിയിട്ടുണ്ട്. ഇപ്പം അതായത് വെൽ എഡ്യൂക്കേറ്റഡായ പോലീസുകാരാണ് കൂടുതലും, പണ്ടത്തെ അവസ്ഥയല്ല. അപ്പോൾ അത് സേനക്ക് ഒരുപാട് ഗുണകരം തന്നെയാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഈ ആകെ അടിമുടി മാറുന്ന ഒരു പോലീസ്, അതായത് മുഖ്യമന്ത്രി തന്നെ ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സാങ്കേതിക വിദ്യയൊക്കെ AI കാലത്തേക്ക് പോകുമ്പോൾ അതിനനുസരിച്ചുള്ള ആളുകൾ സേനയിലേക്ക് വരുന്നു എന്നുള്ളത് വലിയ നേട്ടമാണ്. പാസിംഗ് ഔട്ട് പരേഡിൽ മുഖ്യമന്ത്രി തന്നെ ആ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. പോലീസും രാഷ്ട്രീയവും തമ്മിൽ വലിയ എപ്പോഴും ഒരു യുദ്ധം നടക്കുന്നത് അവിടെയാണ്. പോലീസിൽ ഒരു രാഷ്ട്രീയ ഇടപെടൽ നടക്കുന്നുണ്ട് എന്ന് പറയുന്നത് ശരിയാണോ? എങ്ങനെ ഭരിക്കുന്നവർക്ക് വേണ്ടി മാത്രമാണോ പോലീസ്? അതിനെപ്പറ്റി എനിക്ക് എൻ്റെ ഇതിൽ അങ്ങനെ ഒരു ഇടപെടലുള്ളതായിട്ട് എനിക്ക് മനസ്സിലായിട്ടില്ല. എൻ്റെ വ്യക്തിപരമായ അനുഭവമാണ്, അങ്ങനെ മനസ്സിലായിട്ടില്ല. പക്ഷേങ്കിൽ പൊതുവേ പബ്ലിക്കിന്, ഒരു ജനറൽ പബ്ലിക്കിൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ പോലീസ് എന്ന് പറയുന്ന ഒരു സർക്കാരിൻ്റെ ഒരു സംവിധാനമാണ്. അപ്പോൾ സർക്കാരിൻ്റെ സംവിധാനമായതുകൊണ്ട് തന്നെ സർക്കാരിന് അനുകൂലമായ കാര്യങ്ങൾ മാത്രമേ ചെയ്യൂ എന്നുള്ളൊരു തോന്നലാണ് ഉണ്ടാകുന്നത്. അത് ഞാൻ ഈ നേരത്തെ പറഞ്ഞ 50% ഇതിൽ വരുന്നതാണ്. അപ്പോൾ ആ തോന്നൽ ഓരോ ആളെ ജീവിതവും, ഓരോ ആളെ ഔദ്യോഗിക ജീവിതം പലതരത്തിലുള്ള വേർതിരിവുണ്ടാവും. എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ഭയങ്കരമായ അല്ലെ ഏതെങ്കിലും തരത്തിൽ ഒരു ഇടപെടലുള്ളതായിട്ട് നടന്നതായിട്ട് എനിക്കറിയില്ല. എന്നോടങ്ങനെ ആരും പറഞ്ഞിട്ടുമില്ല. അതായത് നമ്മളെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മളെ പോലീസിൽ ഡെയിലി റൂട്ടീൻ ഇതിൽ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളുണ്ടാകും, രാഷ്ട്രീയക്കാരുടെ പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ ഏതൊരു രാഷ്ട്രീയക്കാരും അങ്ങനെ പല ഇഷ്യൂസ് ഉണ്ടാവും, പല പ്രശ്നങ്ങളുണ്ടാവും. ആ പ്രശ്നങ്ങളിൽ ഒരു പരിധിവരെ നമ്മൾ നല്ല രീതിയിൽ ആണ് നമുക്ക് കിട്ടുന്ന സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുള്ള സപ്പോർട്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഒരു ഇടപെടലുള്ളതായിട്ട് എൻ്റെ മനസ്സിൽ അങ്ങനെ തോന്നിയിട്ടില്ല, എനിക്കങ്ങനെ അനുഭവപ്പെട്ടിട്ടില്ല. ഇപ്പോൾ ഈ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വലിയ ഒരു പ്രതിസന്ധിയായി നിൽക്കുമ്പോൾ ജനങ്ങളും പോലീസും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെട്ട് വന്നത്
വലിയ ഗുണം ചെയ്തിട്ടില്ലേ? ഈ എവിടെയൊക്കെ ആണ് ഇത്തരത്തിലുള്ള ആളുകൾ പ്രവർത്തിക്കുന്നത് എന്ന് കൃത്യമായി ആദ്യം അറിയുക ചിലപ്പോൾ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥരെ ആയിരിക്കും. അത് ഈ ഒരു ബന്ധം കൂടുതൽ ശക്തമാക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകത കൂടിയല്ലേ വ്യക്തമാക്കുന്നത്? അത് പറഞ്ഞത് ശരിയാണ്. കാരണം വെച്ചാൽ പലതരത്തിലുള്ള മാഫിയ ആക്ടിവിറ്റീസ് നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പോൾ നമ്മളൊരു പോലീസ് ഡയറക്റ്റായിട്ട് അറിയുന്നതിന് മുന്നേ ജനങ്ങൾ അല്ലെങ്കിൽ ആ പറയുന്ന അതിൻ്റെ ചുറ്റുഭാഗത്തുള്ള അല്ലെങ്കിൽ ആ സൊസൈറ്റി ഉള്ളവർ ജീവിക്കുന്നവർക്ക് അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് നേരിട്ട് അറിയുന്നതിന് മുന്നേ അവർക്ക് അറിയാൻ പറ്റും. അങ്ങനെ അറിയുന്നവർ അവരുമായിട്ട് ഈ പറയുന്ന സ്പെഷ്യൽ ബ്രാഞ്ച് അല്ലെങ്കിൽ പോലീസിൻ്റെ ആൾക്കാർ അവരുമായിട്ട് ഒരു ബന്ധം ഒരു ബന്ധം കീപ്പ് ചെയ്യും. ആ കീപ്പ് ചെയ്യുമ്പം അവർ നിർബന്ധമായും അവർ പോലീസിനെ ഇൻഫോം ചെയ്യും. അങ്ങനെ പോലീസ് ഇൻഫോം ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ പോലീസ് അതിൻ്റെ നടപടികൾക്ക് നമ്മൾ ഇറങ്ങാറുണ്ട്, ചെയ്യാറുണ്ട്. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മളങ്ങനെ പല കാര്യത്തിലും നമ്മളെ ജനങ്ങളെ സഹായത്താൽ ജനങ്ങളെ സപ്പോർട്ട് കൂടി പല കാര്യങ്ങളും നമുക്ക് കിട്ടിയിട്ടുണ്ട്. പല കേസുകളും നമുക്ക് തെളിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പല നടപടികളും നമുക്ക് സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഗോവിന്ദസ്വാമിയൊക്കെ ജയിൽ ചാടിയ ഘട്ടത്തിൽ നാട്ടുകാർ നേരെ ഒരു തരത്തിലുള്ള ബന്ധമില്ലാത്ത ഒരു ഫോട്ടോ കണ്ടിട്ട് പോലും ഗോവിന്ദസ്വാമിയെ കണ്ടു എന്ന് പറഞ്ഞ് പോലീസിനെ വിളിക്കുകയാണ്. ശരിക്കും നാട് ഒരു അലർട്ടായി നിൽക്കുന്നുണ്ട്. അല്ല, ഈ നാട് അത് ഓക്കെ, അത് ശരിയാണ്. അതായത് ഗോവിന്ദസ്വാമി രക്ഷപ്പെട്ടു എന്നറിഞ്ഞ ഉടൻ തന്നെ ഈ നാട് ഇത്രയധികം അലർട്ടായി നിൽക്കാനുള്ള മെയിൻ കാരണം ഇങ്ങനെ ഒരാൾ ചാടി എന്നുള്ള ഇൻഫർമേഷൻ പല മീഡിയാസിലെ കൂടിയും അതുപോലെ തന്നെ പല ഇതിലെ കൂടിയും ജനങ്ങളുടെ ഇടയിൽ എത്തി എന്നുള്ളതാണ്. അപ്പോൾ ജനങ്ങൾ ഭയങ്കര കോഷ്യസായി. അതായത് എങ്ങനെയായാലും ഇവനെ കണ്ണൂർ വിടൂല, അല്ലെ കണ്ണൂർ കണ്ടാൽ നമ്മൾ അതിനെ കൈകാര്യം ചെയ്യും എന്നുള്ള നിലയിലാണ് എത്തിയ എല്ലാ മീഡിയാസിലും വളരെയധികം പ്രാധാന്യത്തോടു കൂടി ഇത് ന്യൂസ് കൊടുത്തിട്ടുണ്ട്. ആ ന്യൂസ് കൊടുത്തതുപോലെ തന്നെ ജനങ്ങൾ വളരെയധികം പോലീസിനെ അല്ലെങ്കിൽ നിയമ സംവിധാനത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് കണ്ടത് ഒരാൾ കണ്ടതാണ്. അവർ എന്നിട്ട് ഓട്ടോറിക്ഷ അവരോട് പറഞ്ഞ് അങ്ങനെയാണ് ഫസ്റ്റ് നമ്മൾ അറിയുന്നത് ഇന്ന ഭാഗത്തുണ്ട് എന്നുള്ളത്. അപ്പോൾ അതിന് ശേഷമുള്ള ഇതിലാണ് നമ്മൾ ഇയാളെ കണ്ടെത്തുന്നതും നമ്മൾ പിടിക്കുന്നതും അതിന് ശേഷമുള്ള നടപടികൾ ചെയ്തത്. എന്തായാലും ഈ ഭാവിയിലുള്ള സിനിമ ചേരുവകളിൽ ഇതൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നാണ് എൻ്റെ പ്രതീക്ഷ. അതായത് നമ്മളെ ജീവിതത്തിൽ ഒരുപാട് നമ്മളെ അലട്ടിയ പ്രശ്നങ്ങളുണ്ടാവും, നമ്മളെ വേദനിപ്പിച്ച പ്രശ്നങ്ങളുണ്ടാവും. അങ്ങനെ ആയിരുന്നില്ല വേണ്ടത്, ഇങ്ങനെയാണ് വേണ്ടത്, ഇങ്ങനെ ആയിരുന്നു വേണ്ടത്, അങ്ങനെ തോന്നിയ പല കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ അതെല്ലാം നമുക്ക് ഒരു കഥാൻ്റെ രൂപത്തിൽ നമുക്ക് പബ്ലിഷ് ചെയ്യാൻ പറ്റും. നമുക്കത് ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ പറ്റും. അത് നല്ലൊരു മെസ്സേജായിട്ട് കൊടുക്കാൻ പറ്റും. അതായത് നമ്മുടെ ജീവിതത്തിൽ ഇത്രയും വർഷത്തെ അനുഭവങ്ങളുണ്ടല്ലോ, ആ അനുഭവം വെച്ച് നമ്മളൊരു ഇത് ചെയ്താൽ അത് ജനങ്ങളെ മുന്നിൽ അത് നല്ലൊരു എഫക്റ്റ്, നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന രീതിയിൽ ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്നറിയപ്പെടാനാണോ, ഒരു സിനിമാ നടൻ എന്നറിയപ്പെടാനാണോ ആഗ്രഹം? അല്ല, ഞാൻ സിനിമയിൽ എത്തിയത് പോലീസായതുകൊണ്ടാണ്. അപ്പോൾ എൻ്റെ ജീവിതം, എൻ്റെ കുടുംബം, അല്ലെങ്കിൽ എൻ്റെ ജീവിതം എന്ന് പറയുന്നത് പോലീസ് വകുപ്പാണ്. അത് എന്ത് അതിന് മേലെ തന്നാലും പോലീസിനെ തള്ളിയിട്ടുള്ളൊരു സംഭവം എനിക്കില്ല. അതോടുകൂടി അതിനോടൊപ്പം തന്നെ സിനിമയും എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. അതിപ്പം വന്ന അതാണ്. പക്ഷേ ഇപ്പം വന്നതുകൊണ്ട് ഞാൻ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനെ തള്ളിപ്പറയാൻ പറ്റില്ല. അപ്പോൾ പോലീസ് വകുപ്പാണ് എൻ്റെ ജീവിതം മാറ്റിമറിച്ചത്. സിനിമയിൽ കിട്ടാനുള്ള കാരണവും ഒരു പരിധി ഞാൻ പോലീസിൽ അഭിനയിച്ചത് കൊണ്ടാണ്, അല്ല പോലീസിൽ ജോലി ചെയ്തതുകൊണ്ടാണ്. അപ്പോൾ രണ്ടും എൻ്റെ സ്വന്തം ആണ്, എൻ്റെ സ്വന്തം. ഇപ്പോൾ ഇനി കുറേ സിനിമകൾ ഇറങ്ങാനുണ്ട്. കൂടുതൽ സിനിമകളിൽ അഭിനയിക്കാനുള്ള ഓഫറുകളൊക്കെ വന്നിട്ടുണ്ടോ? എങ്ങനെയാണ് സിനിമ ജീവിതത്തിൻ്റെ തുടർന്ന് അങ്ങോട്ടുള്ള സിനിമ എങ്ങനെയായിരിക്കും? സിനിമ ഇനി 4-5 സിനിമ ഇറങ്ങാനുണ്ട്. ഷാജി കൈലാസ് സാറിൻ്റെ മകൻ്റെ ഒരു സിനിമയുണ്ട്, അതെല്ലാം ഷൂട്ട് കഴിഞ്ഞതാണ്. അപ്പോൾ ഡിസംബറിൽ 1-2 സിനിമ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കിട്ടിയ സിനിമകളിലെല്ലാം ഈ പറയുന്ന എല്ലാ ഇതും വെച്ച് നമുക്ക് അഭിനയിക്കാനുള്ളൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ അത് വെച്ച് അഭിനയിക്കണം എന്ന ആഗ്രഹമുണ്ട്. അതേപോലെ തന്നെ ലാലേട്ടൻ്റെ കൂടെ
ഒരു സിനിമ അഭിനയിക്കണം എന്നുണ്ട്. പിന്നെ എൻ്റെ ജീവിത പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ തൊട്ടടുത്ത അമ്പലമാണ്. അപ്പോൾ അമ്പലത്തിലെ ആ ഒരു അന്തരീക്ഷത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ അവിടെ തന്നെ ചെണ്ട പഠിച്ചിരുന്നു. അപ്പോൾ ചെറുതാഴം ചന്ദ്രൻ, പിന്നെ അതുപോലെ ചെറുതാഴം കുഞ്ഞിരാമൻ, ഇവർ രണ്ടുപേരായിരുന്നു എൻ്റെ ആശാന്മാർ. അപ്പോൾ മട്ടന്നൂർ ശങ്കരൻകുട്ടി ആശാൻ്റെ കൂടെ പോയിട്ടുണ്ട് പരിപാടിക്ക്. കൊട്ടിയിട്ടുണ്ട്. എറണാകുളത്തെല്ലാം പാണ്ഡിമേളത്തിന് കൂടെ കൊട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തെറ്റിപ്പോകുമ്പോൾ അന്നേരം അത്ര എക്സ്പെർട്ടല്ലല്ലോ. അപ്പോൾ തെറ്റിപ്പോകുമ്പോൾ ശങ്കരാട്ടൻ അവിടെയെല്ലാം ജനങ്ങൾക്ക് ഭയങ്കര ഇതിനെപ്പറ്റി കലാവാദ്യത്തിനെ പറ്റി ഭയങ്കര ഇതാണ്. അവർക്കറിയാം, ഭയങ്കരമായിട്ട് അറിയാം എന്താണ്, എങ്ങനെയാണ്, അടുത്ത ഏതാണ് താളം വരിക, അടുത്ത ഏത് രീതിയിലാണ് കോല് വരിക എന്നുള്ളത് അവർക്ക് അറിയാൻ പറ്റും. അപ്പോൾ ചെറുങ്ങനെ തെറ്റിപ്പോയാൽ അപ്പോൾ അത് അവർ ഭയങ്കര പ്രശ്നം. അപ്പോൾ ശങ്കരാട്ടൻ അന്നേരം ഇങ്ങനെ ഓക്കെ തന്നെ അല്ല ഓക്കെ. അപ്പോൾ അങ്ങനെ കുറേ കൂട്ടിയിട്ടുണ്ട്. ഈ ചെണ്ട ഒരു കലാകാരൻ വളർത്തുന്നതിൽ ചെണ്ടയും ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട് ശരിക്കും ഉണ്ട്. അതായത് നമ്മളെ വളർന്നു വരുന്ന അന്തരീക്ഷത്തിൻ്റെ ആ ഒരു സിറ്റുവേഷൻ ഉണ്ടല്ല, അത് ഇതിലൊരു പരിധി വരെ ഉണ്ട് എന്നാണ് എൻ്റെ ഇത്. പിന്നെ അതായത് 1984 മുതൽ ചെണ്ട പഠിച്ചിരുന്നു, ഏകദേശം ഒരു 4-5 വർഷം. പോലീസ് കലാമേളയിൽ 98-ലെ പോലീസ് കലാമേളയിൽ നമ്മളെ കണ്ണൂർ AR ക്യാമ്പിൽ നിന്ന്, അതായത് കണ്ണൂർ ജില്ലയിൽ നിന്ന് പോയ ചെണ്ടമേളത്തിന് ഫസ്റ്റ് കിട്ടിയത്. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത്, ഒരുപാട് സ്ഥലങ്ങളിൽ അമ്പലങ്ങളിൽ എല്ലാം പോയിട്ടുണ്ട്. കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ വരെ ഞാൻ പോകാറുണ്ടായിരുന്നു. ഇപ്പം ഇനി റിട്ടയർ ആയിട്ടാകുമ്പം അതും കൂടി ഒന്ന് നോക്കാം, നമുക്ക് അമ്പലങ്ങളിലെല്ലാം ഒന്ന് പോകാൻ പറ്റുമോ എന്ന് നോക്കാമല്ലോ. കുടുംബത്തിൻ്റെ ഒരു സപ്പോർട്ട് എങ്ങനെയാണ്? എൻ്റെ ഭാര്യ സ്മിത കോഴിക്കോട് സ്വദേശിയാണ്. അപ്പോൾ 2 മക്കളാണ്. അപ്പോൾ മൂത്തവൻ സാരംഗ് PG കഴിഞ്ഞു. രണ്ടാമത്തെ മകളാണ് സംയുക്ത, അവൾ ബാംഗ്ലൂർ PG സെക്കൻഡ് ഇയർ പഠിക്കുന്നു. സംയുക്ത നർത്തകിയാണ്. അവൾ പഠിച്ചിട്ടുണ്ട്. നമ്മളെ കൃഷ്ണമാഷില്ല, മഞ്ജുവാരുടെ ഗുരു കൃഷ്ണമാഷ് പയ്യന്നൂരെ. അപ്പോൾ അദ്ദേഹം പഠിപ്പിച്ചിട്ടുണ്ട്. കുറേ സ്കൂൾ ഇതെല്ലാം ഇതെല്ലാം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവളിപ്പം ബാംഗ്ലൂർ സെക്കൻഡ് ഇയർ PGക്ക് പഠിക്കുന്നു. പിന്നെ അമ്മയുണ്ട്. അമ്മയും ഞാനും വൈഫും മക്കളും ആണ് ഇവിടെ താമസിക്കുന്നത്. പിന്നെ എൻ്റെ എല്ലാ റിലേറ്റീവ്, എൻ്റെ പെങ്ങൾ ഇന്ദിര, എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് അവരാദ്യം കണ്ട രീതിയിലുള്ള ഒരു ഇതല്ല ഇപ്പം എന്ന് വെച്ചാൽ എല്ലാവരും അംഗീകരിക്കാൻ തുടങ്ങി എന്നുള്ളത് അവരെ മനസ്സിലാക്കുന്നുണ്ട്, അവർ കാണുന്നുണ്ട് പലതും. ഈ മകളുടെയും മകൻ്റെയൊക്കെ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ അവർ സിനിമ കണ്ട് അഭിപ്രായങ്ങളൊക്കെ പറയാറുണ്ട് അവരോട്? ഉണ്ട്. ഒരുപാട് ആൾ വിളിക്കാറുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് ഇറങ്ങിയത് സംശയം എന്ന് പറഞ്ഞ സിനിമയായിരുന്നു. അതിപ്പോൾ OTT ഇറങ്ങിയിട്ടുണ്ട്, അടുത്ത സൺഡേ TV വരുന്നുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് ഒരുപാട് ആൾ വിളിച്ചിരുന്നു. അപ്പോൾ അതുമാത്രമല്ല, നമ്മൾ നെഗറ്റീവ് റോളും നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നെഗറ്റീവ് റോളായാലും നല്ല ക്യാരക്ടർ റോളായാലും കണ്ടിട്ട് പല ആൾക്കാരും അവരെ കോളേജിൽ നിന്നെല്ലാം വിളിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഈ പരിപാടിക്ക് പോലീസ് സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ ഒക്കെ പരിപാടിക്കൊക്കെ ഇങ്ങനെ പോകുമ്പോൾ ആളുകളൊക്കെ തിരിച്ചറിയുന്നുണ്ടോ ഇതാ സിനിമ നടനാണ് എന്നുള്ള രീതിയിൽ തിരിച്ചറിയുന്നുണ്ടോ? ഒരുപാട് പേര് തിരിച്ചറിയുന്നുണ്ട്. ഇപ്പോഴത്തെ പ്രശ്നം എന്താ വെച്ചാൽ, ഏതെങ്കിലും ഒരു സമരങ്ങളെല്ലാം വരുമല്ലോ, നമ്മളെ SFI, KSU, MSF, കോൺഗ്രസ്, CPM എല്ലാം. അപ്പോൾ സമരങ്ങൾ വരുമ്പം നമ്മൾ സ്പെഷ്യൽ ബ്രാഞ്ച് എന്നുള്ളത് അവിടെ പോകും. അവിടെ പോകുമ്പോൾ ഇവർ സെൽഫി എടുക്കാൻ പറയും. അപ്പോൾ സമരത്തിൻ്റെ നടുക്ക് എനിക്ക് സെൽഫി എടുക്കുന്നത് എൻ്റെ പോലീസിന് നമുക്ക് വേറെ തരത്തിലേക്കാണ് വരിക. അങ്ങനെ കുറേ ഉണ്ട്. ഒരുപാട് ആൾ തിരിച്ചറിയലുണ്ട്. അങ്ങനെ ഒരുപാട് ആൾ സെൽഫി എടുക്കാറുണ്ട്. അപ്പോൾ ഓരോ സെൽഫി എടുക്കുമ്പോഴും ഞാൻ ചിന്തിക്കുന്നത് ഇത് എൻ്റെ കഴിവ് മാത്രമല്ല, എന്തെല്ലോ ആരെല്ലോ കുറേ ആൾക്കാരുടെ അനുഗ്രഹമാണ്. ഒരു കലാകാരനുള്ള അംഗീകാരം എനിക്കല്ല, അത് ഒരു കലാകാരന്, അതായത് ഒരു കലാകാരൻ്റെ മനസ്സിന് അല്ല കലാകാരൻ്റെ ജീവിതത്തിന് ഉള്ളൊരു അംഗീകാരമായിട്ടാണ് ഞാൻ കണക്കൂട്ടുന്നത്. അല്ലാണ്ട് എൻ്റെ ഒരു ഇതിലല്ല സെൽഫി എടുക്കുന്നത് എന്നാണ് ഞാൻ കണക്കൂട്ടുന്നത്. എന്തായാലും ഓണം ആണ്, ഒരു ഓണാശംസയോടുകൂടി നമുക്ക് ഈ സംഭാഷണം അവസാനിപ്പിക്കാം. അപ്പോൾ ഇത്രയും നല്ല രീതിയിൽ ഇൻ്റർവ്യൂ നടത്തിയ മനോജ് മയിലിനും കണ്ണൂർ വിഷൻ്റെ അധികാരികൾക്കും കണ്ണൂർ വിഷൻ്റെ എല്ലാ പ്രേക്ഷകർക്കും നാട്ടുകാർക്കും നല്ലൊരു പൊന്നോണമായി ആഘോഷിക്കാനുള്ള ഒരു അവസരമുണ്ടാകട്ടെ ഈ വർഷത്തെ ഓണം ആഘോഷം നമ്മൾ അതിര് കടക്കാൻ പാടില്ല. ആഘോഷമെല്ലാം
നല്ല രീതിയിൽ കുടുംബപരമായി, നാട്ടുകാരുമായി, അല്ലെങ്കിൽ സൊസൈറ്റിയായി, സാമൂഹ്യപരമായി നല്ല രീതിയിൽ ആഘോഷിക്കാനുള്ള അവസരമുണ്ടാകട്ടെ എന്ന് കണ്ണൂർ വിഷൻ്റെ എല്ലാ പ്രേക്ഷകരോടും നാട്ടുകാരോടും ഞാൻ ആശംസിക്കുന്നു. എല്ലാവർക്കും എൻ്റെ ഹാപ്പി ഓണം. അപ്പോൾ ലഹരി മാത്രമല്ല ആഘോഷം, അതാണ് ലഹരി. അതാണ് ഞാനൊരു വരി പറഞ്ഞത്, അതിര് കടക്കാൻ പാടില്ല. ആഘോഷങ്ങൾ അതിര് കടന്നാൽ അത് വേറെ തരത്തിലേക്കാണ് ആഘോഷം പോവുക. ആഘോഷത്തിൻ്റെ എൻഡിങ് വേറെ തരത്തിലേക്ക് പോവുക. അത് അപ്പോൾ കലാകാരൻ പോലീസാകും. അതാണ്. അങ്ങനെ പല സംഭവവും നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ, കാണുന്നുണ്ടല്ലോ. ആ സമയത്ത് ഞാൻ എൻ്റെ ശരിയായ അടവ് പോലീസ് ഇതിലേക്ക് മാറും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ എല്ലാവരും പോലീസിൻ്റെ ഇടപെടലുകൾ ഇല്ലാതെ ആഘോഷിക്കാനുള്ള ഒരു അവസരങ്ങൾ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കട്ടെ. അതേപോലെ തന്നെ നല്ല രീതിയിൽ അടിച്ച് പൊളിച്ച് ഓണം ആഘോഷിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ആശംസകൾ ഈ അവസരത്തിൽ ഞാൻ നേരുന്നു. എന്തായാലും ശിവദാസ് കണ്ണൂർ എന്നത് കണ്ണൂർ പോലീസിലെ നമ്മുടെ നാടിൻ്റെ അഭിമാന താരമായി മാറിയിട്ടുണ്ട്. അഭിനയിച്ച സിനിമകളിലൊക്കെ തന്നെ തൻ്റേതായ ശൈലി രൂപപ്പെടുത്താനും ശിവദാസ് കണ്ണൂരിന് കഴിഞ്ഞിട്ടുണ്ട്. മട്ടന്നൂർ എന്ന ഈ ഗ്രാമത്തിൽ ജനിച്ച് പോലീസാകണമെന്ന് ആഗ്രഹമില്ലാതെ പോലീസായി, സിനിമാ നടനാകണമെന്ന് ആഗ്രഹമില്ലാതെ സിനിമാ നടനുമായി. അങ്ങനെ താൻ പ്രവർത്തിക്കുന്ന മേഖലകളിലൊക്കെ തന്നെ തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ശിവദാസ് കണ്ണൂരിനെ വേറിട്ട് നിർത്തുന്നത്. തൻ്റെ പോലീസ് ജീവിതത്തിൽ മുഖ്യമന്ത്രിയുടെ വിശിഷ്ട സേവാ മെഡൽ ഉൾപ്പെടെ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ആത്മാർത്ഥതയോടെയല്ലാതെ ഒരു കാര്യവും ശിവദാസ് കണ്ണൂർ ചെയ്യില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും പറയുന്നത്. സിനിമാ അഭിനയത്തിന് അദ്ദേഹം അപേക്ഷിക്കുമ്പോൾ സർക്കാരും പോലീസ് ഉദ്യോഗസ്ഥരുമൊക്കെ തന്നെ അതിന് പിന്തുണയുമായി വരുന്നതും അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ, പോലീസ് സേനയ്ക്ക് നൽകിയ സേവനങ്ങൾ ഇതൊക്കെ തന്നെ മാനിച്ചുകൊണ്ടുകൂടിയാണ്. എല്ലാ ആളുകളുമായി അടുപ്പം പുലർത്തുക എന്നുള്ളത് ചെറിയ കാര്യമല്ല. സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർ പ്രത്യേകിച്ച്. പോലീസും ജനങ്ങളും തമ്മിലുള്ള പാലമാണ് സ്പെഷ്യൽ ബ്രാഞ്ച്. ആ പാലം കുലുങ്ങാതെ ഇത്രയും നാൾ കാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അഭിനയ ജീവിതത്തിനും കഴിഞ്ഞിട്ടുണ്ട്. വലിയ സ്വപ്നങ്ങൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട്. കഥയുണ്ട്, കഥ എഴുതിയിട്ടുണ്ട്. അത് സിനിമയാക്കണം, ലാലേട്ടൻ്റെ ഒപ്പം അഭിനയിക്കണം. ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ മോഹങ്ങൾ. കൊച്ചുമോഹങ്ങളല്ല, വലിയ മോഹങ്ങളാണ്. അതൊക്കെ തന്നെ യാഥാർത്ഥ്യമാകട്ടെ എന്ന് ഈ ഓണനാളിൽ ആശംസിച്ചുകൊണ്ട് കണ്ണൂർ വിഷൻ BMH ക്വസ്റ്റ്യൻ അവർ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ പ്രേക്ഷകർക്കും കണ്ണൂർ വിഷൻ്റെ ഹൃദ്യമായ ഓണാശംസകൾ. നന്ദി, നമസ്കാരം. താങ്ക് യു.